السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ അൻആം 154. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها. سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളെ അല്ലാഹു തആല പുറത്തു തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. രോഗങ്ങളെ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. എല്ലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ആമീൻ. 154 മുതലാണ് 157 കൂടിയ ആയത്തുകളാണ് നമ്മൾ ഓതി വച്ചത്. നമുക്ക് വളരെ ഹ്രസ്വമായിട്ട് ഇന്ന് ഓതി വച്ച ആയത്തുകളെ വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء
وهدى ورحمة لعلهم بلقاء ربهم يؤمنون ثم آتينا موسى الكتاب പിന്നീട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് നാം വേദത്തെ നൽകി. തമാമൻ അലല്ലദീ അഹ്സൻ, പുണ്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിന് പൂർത്തീകരണമായിട്ട്. വതഫ്സീലൻ ലികുല്ലി ശൈ, സർവകാര്യങ്ങളിലും വിശദീകരണം നൽകിക്കൊണ്ടും. വഹുദൻ വറഹ്മ, മാർഗദർശനമായും കാരുണ്യമായും. ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ, അവർ അവരുടെ റബ്ബിനെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ, കണ്ടുമുട്ടുന്ന കാര്യത്തിൽ, അതായത് തങ്ങളുടെ നാഥന്റെ ദർശനത്തിന്റെ കാര്യത്തിൽ അവർ വിശ്വാസമുള്ളവരായേക്കും. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അവർക്ക് ഇങ്ങനെ നൽകിയത്. ഈ തൊട്ട് ശേഷം വിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു തആല പറയണം. അതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആന്റെ മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥത്തെ പറ്റി അല്ലാഹു തആല ഒന്നിട്ട് സൂചിപ്പിച്ചു പോവുകയാണ്. മൂസാ നബിക്ക് വേദം നൽകി, അതായത് തൗറാത്താണ് ഉദ്ദേശം. പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് അനുഗ്രഹ പൂർത്തീകരണമാണത് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം പിന്നെ ഒരു വേദം അള്ളാഹു ഇറക്കുന്നത് ഇഞ്ചീലാണ്. അപ്പൊ ആ ഇഞ്ചീല് അവതരിക്കുന്നത് വരെ അവർക്ക് വേണ്ടതൊക്കെ, കാരണം അതിന്റെ ശേഷം വേറെ കുറെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂസാ നബിന്റെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടയിൽ ഒരുപാട് നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ എന്തെന്നെയാണ്, അവർക്കൊക്കെ ഈ ഗ്രന്ഥം തന്നെ തൗറാത്ത് തന്നെയാണ്. അതാണ് അങ്ങനെ പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് പൂർത്തീകരണമായിട്ട് എന്ന്, അനുഗ്രഹ പൂർത്തീകരണമായി എന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ സർവകാര്യങ്ങളിലും വിശദീകരണം നൽകിയിട്ടൊന്നാണ്. അതായത് പിന്നെയും ഗവേഷണങ്ങൾ ഇങ്ങനെ വേണ്ടി വരും. ഏത് കാര്യത്തില്? കർമ്മപരമായ വിഷയങ്ങളിൽ, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നമുക്ക് ആർക്കും ഗവേഷണം ചെയ്ത് വേറെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതായത് വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹുവിലെ, മലക്കുകളില്, അന്ത്യനാളിലൊക്കെയുള്ള വിശ്വാസം, അതില് എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെയാണ്. എല്ലാവർക്കും ഒരേ വിശ്വാസമാണ്. എല്ലാ പ്രവാചകന്മാർക്കും, എല്ലാ വേദങ്ങളിലും അള്ളാഹു നൽകിയ ലഘുലേഖകളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ അതേ സമയത്ത് കർമ്മപരമായ കാര്യങ്ങൾ ഓരോ കാലത്തും അള്ളാഹു തആല ചില വ്യത്യാസങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വിശദീകരണം നൽകിയിട്ടാണ് വേദത്തിറക്കിയത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഓൽക്കൊരു കുറവുണ്ടാവില്ല എന്നല്ല. എല്ലാ കാലത്തേക്കും എല്ലാ ഗ്രന്ഥം ഇന്നത് ഫിറ്റല്ല, അതുകൊണ്ട് ഇന്നതില്ല എന്നുള്ളത് അതാണെന്ന് അവകാശപ്പെടുന്നത് ഒരു 39ഓളം ഭാഗങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചിലരെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥ തൗറാത്തല്ല. ബൈബിൾ പഴയ നിയമം എന്ന് പറയുന്നത് യഥാർത്ഥ തൗറാത്തല്ല. കാരണം അത് മനഃപ്പാടമാക്കാനൊരു കഴിവ് അല്ലാഹു തആല നൽകിയിട്ടില്ലായിരുന്നു. കാരണം എല്ലാ കാലത്തേക്കും വേണ്ട എന്നുള്ളതുകൊണ്ട് ഖുർആനിനെ പോലെ അള്ളാഹു അതിനെ നിലനിർത്തിയില്ല എന്നുള്ളതാണ്. ഖുർആൻ വരലോടുകൂടെ അത് ക്യാൻസൽ ചെയ്യപ്പെടും. എന്നാൽ ആ കാലഘട്ടത്തിൽ അത് അവർക്ക് നല്ല വിശദീകരണം കൊടുത്തു. മാത്രല്ല വഹുദൻ വറഹ്മ, അള്ളാന്റെ വേദല്ലേ, അത് വഴികാട്ടിയാണ്, മാർഗദർശനമാണ്. അത് വലിയ ഒരു കാരുണ്യം, അനുഗ്രഹവുമാണ്. അനുഗ്രഹം നമ്മൾ വഴിയറിയാതെ നിൽക്കുന്ന സമയത്ത് ഒരു ഗൈഡ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുക. ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തി, അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ അവ നമുക്ക് നല്ല അവിടെ പരിചയസമ്പന്നനായ നമുക്കൊരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്ത പല സ്ഥലങ്ങളിലും നമുക്ക് പോകാം, അല്ലേ? അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. വഴികാട്ടിയാവുമ്പോൾ അങ്ങനെയാണ്. വിദേശത്തൊക്കെ ഒരു മുറക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കുറേ സിയാറത്തിന്റെ കേന്ദ്രങ്ങളിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ നല്ല പരിചയമുള്ള ഒരു മലയാളിയായ ഡ്രൈവറെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ അയാളെയും കൂട്ടിയിട്ട് നമുക്ക്
അങ്ങനെ കൊണ്ടിടന്നുള്ളൂ. മൂപ്പര് ജോലി നിർവഹിക്കുക, നമുക്കത് വലിയ കാര്യകാരം, മൂപ്പർക്കും കാര്യമാണ്, നമുക്കും കാര്യമാണ്, വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതേപോലെയാണ് ആദർശപരമായിട്ട് ഏതാണ് സത്യത്തിന്റെ വഴി എന്നറിയാത്തൊരവസ്ഥ വരുമ്പോ, ഇപ്പൊ നബിയോട് പോലും അള്ളാഹു അങ്ങനെ പറഞ്ഞല്ലോ, വവജദക ളാല്ലൻ ഫഹദ. അങ്ങ് വഴിയറിയാത്ത ആളായിട്ട് അങ്ങയെ അള്ളാഹു കണ്ടു, വഴി കാണിച്ചു. അതായത് നിമിതങ്ങൾ പഴിച്ചുപോയി എന്നല്ല, മറിച്ച് അന്ന് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതിന്റെ കടിയിലാണ് നിമിതങ്ങൾ വളർന്നു വരുന്നത്. അതിലൊന്നും പെട്ടില്ല. എന്നാൽ എങ്ങനെയാണ് നമ്മൾ പോകേണ്ട റൂട്ട് ഏതാണ്, ആ ഏത് വഴിയിലൂടെയാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്, അത് കാണിച്ചു കൊടുത്തു എന്നാണ്. എന്നതുപോലെ അത് അള്ളാഹിന്റെ വലിയൊരു നിഅമത്താണ്. അതാണ് അള്ളാഹു താല ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. കാരണം ഇത് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താ അറിയോ, ഈ മൂസാ നബിയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഫിർഔന്റെ നാശത്തിന്റെ ശേഷമാണ് അള്ളാഹു താല തൗറാത്ത് ഇറക്കി കൊടുക്കുന്നത്. തൗറാത്ത് അവർക്ക് അള്ളാഹു താല കൊടുത്ത് അവര് അതിന് ഗൗരവം ഉൾക്കൊള്ളാൻ പലപ്പോഴും തയ്യാറായില്ല. ഒരിക്കൽ അവരെ കൂട്ടിയിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിന്റെ അരികെ ചെന്ന കഥ ഉണ്ട്. അപ്പൊ അവര് മൂസാ നബിയോട് പറയാണ്, അള്ളാഹുവിന്റെ ശബ്ദം അങ്ങ് കേൾക്കുന്നത് പോലെ ഞാൻ കൂടി കേൾക്കണം എന്നാണ്. അപ്പൊ അള്ളാഹു താല എന്നായിക്കോട്ടെ, അങ്ങനെ ഒരു അവസരം ഓൽക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ പിന്നെ ഓല് പറഞ്ഞു, ഞങ്ങൾക്ക് പരസ്യമായിട്ട് ആളെ കാണണം എന്ന്. മൂസാ നബിക്ക് വരെ അള്ളാഹുവിനെ കാണാനുള്ള അവസരം അള്ളാഹ് കൊടുത്തിട്ടില്ല. പക്ഷെ ഓല് പറഞ്ഞു ഞങ്ങൾക്ക് പരസ്യമായിട്ട് കാണണം എന്നാണ്. അതിൽ അള്ളാഹു താല എന്ത് ചെയ്തു, അത് ഒരു ധിക്കാരപരമായ സമീപനായതുകൊണ്ട് അവർക്ക് അള്ളാഹു താല സ്വായത്തത്ത് ഇറക്കിയെന്നാണ്, ഇടിത്തി തീയിനിറങ്ങി പോലെ അള്ളാഹു താല നശിപ്പിച്ചപ്പോ അതിൽ പല അഭിപ്രായം ഉണ്ട് കേട്ടോ. 70 പ്രധാനികളായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത് ആ 70 ആളുകളല്ല നശിപ്പിച്ചത്. കാരണം ആ 70 ആളുകൾ അവരെ കൂട്ടത്തിൽ വെച്ച് നല്ലോലായിരുന്നു, ഓല് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. 70 ആളുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയപ്പോ കൂടിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഓലാണ് ഈ ജാതി പൊട്ടത്തരം കാട്ടിയത്. അവിടുന്ന് അവർക്കാണ് ശിക്ഷ വന്നതെന്നാണ്. എന്തായിരുന്നാലും മൂസാ നബി അള്ളാഹുവോട് പറയുന്നു, പടച്ചോനെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും പ്രശ്നമാവും, ഒരു മാപ്പ് തരണം എന്ന് പറഞ്ഞ് അള്ളാഹു താല ചരിത്രത്തിൽ അവർക്ക് പുനർജന്മം നൽകിയത് ഖുർആൻ നേരിട്ട് പറയുന്നുണ്ട്. അള്ളാഹു അവർക്ക് പുനർജന്മം നൽകി ഒരവസരം കൂടി കൊടുത്തു എന്നാണ്. എന്നാ പിന്നെ ഓല് ശരിയാകില്ല. ഒരു വാശിക്കാരായിരുന്നു അവർ. ഇങ്ങനെയൊക്കെ അവർക്ക് കാരുണ്യം വഴികാട്ടിയും എല്ലാം വിഷമൊക്കെ കൊടുത്തിട്ടും ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മൂസാ നബിയോട് ഓലോട് ചെല്ലാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ധിക്കാരം കാണിക്കൊണ്ട് ചില പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കവാടം ഉണ്ടായിരുന്നു അതിർത്തിയിൽ. അപ്പൊ ആ കവാടത്തിന്റെ അവിടെ എത്തുമ്പോ നിങ്ങൾ ഒന്ന് കുനിയണം. എന്നിട്ട് എന്ത് പറയണം നിങ്ങള്, പിന്നെ അല്ലാഹു തആല ഒരു വാക്ക് അവരോട് പറയാൻ വേണ്ടി പറഞ്ഞു, ഹൈത്വ എന്ന് പറഞ്ഞിട്ട് കയറിക്കൊണ്ടിയാണ്. അപ്പോ ഓലെന്ത് ചെയ്തു വെച്ചാല് കുനിഞ്ഞു കാരണം എന്നുള്ള മൂസാ നബി പറഞ്ഞത്. അപ്പൊ ഓലെന്ത് ചെയ്തു, നിലത്തിരുന്നു. എന്നിട്ട് തല എല്ലാം ഉയർത്തി പിടിച്ചിട്ട് തവള ചാടും പോലെ ഇങ്ങനെ ചന്തിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ പോയി. കുതിരാക്ക കുനിയണം എന്ന് പറഞ്ഞ പോലെ കുനിയാതെ നിലത്തിരുന്ന് കണ്ട് നിരങ്ങി ഇങ്ങനെ പോയി. എന്നിട്ട് ഹിത്വത്ത് എന്ന് പറഞ്ഞിട്ട് പോണം. ഹിത്വ എന്ന് പറഞ്ഞാല് ദോഷം പൊറുക്കണേ എന്നതിന്റെ അർത്ഥം. അത് ചുരുക്കവാക്കാണ്. ഹിത്വ എന്ന് പറഞ്ഞ പഠിച്ചതിന്റെ ദോഷം പൊറുക്കണം, ഞങ്ങളെ ദോഷം പൊറുക്കണേന്നാണ്. അപ്പോല് കുതിരാക്കിയാണ് മൂസാ നബിനെ കുതിരാക്കിയെന്ന് പറഞ്ഞു. ഹിന്ത്വ കേട്ട ഒരേപോലെ തോന്നും. ഹിന്ത്വ പറഞ്ഞാൽ ഞങ്ങൾക്ക് ധാന്യങ്ങളൊക്കെ കൊണ്ടാണ്, ഗോതമ്പോ അരി ഒക്കെ കിട്ടണം എന്നാണ് ഹിന്ത്വ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞു പോയി എന്നാണ്. അവർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുത്തു. അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടലായിരുന്നു അവർക്ക്. അല്ലാഹു തആല മണ്ണും സെലവിയും കൊടുത്തപ്പോൾ ഒരു പറഞ്ഞു, ഇത് വേണ്ട, ഞങ്ങൾക്ക് പയറും വെണ്ടയ്ക്കയും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആയിക്കോട്ടെ, അതാ നല്ലതെന്ന് പറഞ്ഞു. മക്കത്തുനിന്ന് മരിച്ചുകാണ്ട് പിന്നെ മലപ്പുറത്ത് കൊണ്ടുപോകണമെന്ന്, പിന്നെ അയാളെ മലപ്പുറത്ത് കൊണ്ടുപോകണമെന്ന് പെരക്കാർ വാശി പിടിച്ചും പോലെയാണ്. സ്വർഗത്ത് നരകത്തൊക്കെ പോകും പോലെയാണ്. അത്രയും സുഖം അള്ളാഹു ഓൽക്ക് കൊടുത്തിട്ട് ഓല് പിന്നെ എന്ത് ചെയ്തു, അതിലേറെ താഴ്ന്നതിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. നമ്മളൊക്കെയാണ് ഈ പിരാന്താവും. മൂസാ നബി ആവുമ്പോൾ എന്നാ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ചിലത് പറഞ്ഞു കൊടുക്കും.
അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടരാണ്. അപ്പൊ അത് അള്ളാഹു താല എടുത്ത് ഉദ്ധരിക്കാണ് ഇവിടെ. നോക്കൂ, അപ്പോ ഇത് എല്ലാവരും മോശക്കാരല്ല. അതാണ് പറയുന്നത് ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ. നോക്കൂ, തങ്ങളുടെ രക്ഷിതാവിനെ പിന്നെ കാണുന്നത്, കണ്ടുമുട്ടുന്നത്, ആ ദർശനത്തിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെ വിശ്വസിക്കുന്നവരായേക്കും അവര്. ഈ കാര്യങ്ങൾ തൗറാത്തിനൊക്കെ പിൻപറ്റി നല്ല രൂപത്തിലാവുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഒരു അവസരം കിട്ടുന്നതാണ്. പക്ഷെ അവര് ഇങ്ങനെയൊക്കെ അവർക്ക് അള്ളാഹു താല കൊടുത്തിട്ടും അവര് ആ ഒരു മാർഗത്തിലേക്ക് ഓല് വന്നില്ല എന്നാണ് ഖുർആനിൽ അള്ളാഹു താല ഈ കാര്യം ഒരുപാട് ആയത്തുകളിലൂടെ പറയുന്നുണ്ട് വേലക്കാരെ സംബന്ധിച്ച്. ഇരുപത്തിനാലാമത്തെ പേജിൽ നോക്കൂ, 24-ാമത്തെ പേജിലെ സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്തോടെ. ഇതൊക്കെ ഇപ്പൊ ഖുർആൻ ഇങ്ങനെ പറയുന്നതിനാ, നബിതങ്ങൾ വരുമ്പോ ഈ മൂസാ നബിന്റെ അനുയായികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ്, തൗറാത്താണ് ഒരു സംഭവമാണെന്ന് പറഞ്ഞ് കുത്തിരക്കേണ്ട ആൾക്കാരുണ്ട്. പോലെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 24-ാമത്തെ പേജിൽ 159-ാമത്തെ ആയത്തിൽ ഈ വിഷയം പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസ് من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون. ഈ തൗറാത്തൊക്കെ കിട്ടിയ വേദക്കാരെ പറ്റി അള്ളാഹു പറയാണ്, ഇന്നല്ലദീന ഒരു കൂട്ടർ, യക്തുമൂന അവർ മറച്ചു വച്ചു, മാ അൻസൽനാ മിനൽ ബയ്യിനാതി നാം അവതരിപ്പിച്ചു കൊടുത്ത വ്യക്തമായ രേഖകളെ ഒരു മറച്ചു വച്ചു, വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് വേദത്തിലൂടെ ജനങ്ങൾക്ക് വ്യക്തമായി അത് വിശദീകരിച്ചു കൊടുത്തതിന്റെ ശേഷവും അവർ ആ ഹിദായത്തിനെ അവർ മറച്ചു വച്ചു. ഉലൈക അങ്ങനെയുള്ള ഒരു കൂട്ടർ യൽഅനുഹുമുല്ലാഹ് അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, വയൽഅനുഹുമുൽ ലായിനൂൻ ശപിക്കുന്നവരെല്ലാം അവരെ ശപിച്ചിരിക്കുന്നു. അതായത് ആകാശലോകത്തുള്ള പരകോടി മലക്കുകൾ അവരെ ശപിച്ചിരിക്കുന്നു. സത്യം അറിഞ്ഞിട്ടും ആ കാര്യങ്ങൾ ഓല് മറച്ചു വെച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആ യഹൂദി നസ്വാറാക്കൾ അങ്ങനായിരുന്നു. അവര് കാര്യങ്ങളൊക്കെ ഓൽക്ക് ബോധ്യപ്പെട്ടിട്ടും അവരെന്ത് ചെയ്തു, മറച്ചു വെച്ചു. അതാണ് ലം യകുനി സൂറത്തിനും പറയുന്നത്, വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. വ്യക്തമായ തെളിവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആനും വന്നു കിട്ടിയതിന്റെ ശേഷമാണ് അന്നത്തെ വേദക്കാര് ഭിന്നിച്ചത്. അതുവരെ ഓല് റസൂല് വന്നാൽ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞ കൂട്ടക്കാര് മുത്തുനബി വന്നപ്പോ അംഗീകരിക്കാൻ ഓല് തയ്യാറായില്ല. അതാണ് ഇന്നും ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നം. വലിയ വെറുപ്പ് കാണിക്കുകയുള്ള തൗറാത്തും ഇഞ്ചീലും ഒക്കെ അംഗീകരിക്കുക വഴി ഇബ്രാഹിം നബിയെ വരെ അംഗീകരിക്കും എന്ന് അവകാശപ്പെടുന്ന ആ മതത്തിൽ വിശ്വസിച്ച ഒരാളുള്ളപ്പോ ഇക്കഴിഞ്ഞ ആഴ്ച മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നെഹ്റുവിനെ വരെ എന്താക്കി, മുസ്ലിമാക്കി. എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്. സത്യത്തില് അങ്ങനെ ചൂടായി നെഹ്റു അത് പറയാൻ വേറെ കാരണം കേട്ടോ. പറയാൻ കാരണം എന്താ വെച്ചാല് ഇറാന് തോൽക്കുന്ന ഇതിങ്ങനെ കുത്തിരിക്കുകയാണ്. അതാണ് സംഭവം. അതാണ് ആ കലിപ്പ് തീർക്കേണ്ട വേറെ രീതിയിലാണ്. സത്യം അതാണ്. ഇതിലെന്താ വെച്ചാല് യുദ്ധം നടക്കുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുള്ളത്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇസ്രായേൽ അങ്ങനെ പൊട്ടിച്ചു ഇങ്ങനെ പൊട്ടിച്ചു. ഇറാന് അവിടെ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ ഒന്ന് ഞെട്ടും പേടിക്കും. അപ്പോ ഇവരുടെ കാൽക്കീഴിലാകും എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. അത് ആകെ പാളി തുടങ്ങിയാണ് കുടുങ്ങിയതാണ്.
ഇതെങ്ങനെയൊന്ന് അവസാനിച്ച് കിട്ടണം എന്നുള്ള അടുത്തെത്തി അമേരിക്കൻ പ്രസിഡന്റ് വരെ മേലെ ചളിയാവുന്നവർക്ക് ശരിക്കും മനസ്സിലായി. ചെറിയ ഒരു തുരുത്താണ് നമ്മളെ ഖത്തർ. അവരൊക്കെ പേടിയാണ് സത്യത്തിൽ, കാര്യങ്ങൾ കിടക്കേണ്ട പോലെ ഇരുത്താണ്. അപ്പോ അത് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലിപ്പ് തീർത്തതാണ് നെഹ്റുവിനെ. അപ്പൊ അതായത് ഒരു മതേതര സ്വഭാവം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഇപ്പൊ നമുക്ക് വലിയ പ്രശ്നം. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് നെഹ്റു ആണെന്ന് അറിയട്ടെ. അയാൾ 5 നേരം നിസ്കരിക്കുന്ന ആളായിരുന്നു എന്നാണ്. അപ്പൊ ഇതിന് തെളിവ് വെച്ചപ്പോ അയാൾ പറയുന്നത് മത്തായിയുടെ പുസ്തകത്തിലുണ്ട് എന്നാണ്. പെട്ടെന്ന് കേട്ടാൽ മത്തായിയുടെ സുവിശേഷം നമ്മൾ കരുതുക ബൈബിൾ പുതിയ നിയമത്തിലാണെന്നാണ്. അതല്ല, സംഗതി മത്തായി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് 2 പുസ്തകമാണ് അയാൾ എഴുതിയിട്ടുള്ളത്. ഒരു വരി പോലും അതിലില്ല, ഈ വിഷയം തന്നെ ഇല്ല. എന്നാ വേറെ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ് നെഹ്റു, കശ്മീരി, അങ്ങനത്തെ ആളാണ്. എവിടെയില്ല, അതിന് ഒരു എവിഡൻസും ഇല്ല, ഒരു ഡാറ്റ ഇല്ല. അത് ഈ വാട്സപ്പിൽ ചിലതൊക്കെ വരേണ്ടിയിൽ എന്തുണ്ടാവില്ല അടിസ്ഥാന. ഈ ചില ആളുകളൊക്കെ, ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ പല കാര്യങ്ങളും വാട്സപ്പിൽ നോക്കിയിട്ടാണ് പറയേണ്ടത്. അത് ഏതുപോലെ വെച്ചാൽ ഇപ്പൊ ചില ആൾക്കാരുള്ള ദിക്റൊക്കെ ചെല്ലല്ലോ വാട്സപ്പിലുണ്ട് പറഞ്ഞാണ്ട് വെറുതെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ചിലതൊക്കെ ഉണ്ടല്ലോ. ഇതാ പിന്നെ 2 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക കിട്ടുന്നൊക്കെയാണ് ഈ ദിക്റാണ് ചെല്ലിയാൽ അറിയാം. എന്തൊക്കെയാണ് ഇതിൽ വരേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാ വരേണ്ടത്? ഒരു പ്രധാനപ്പെട്ട രാവൊക്കെ വരികയാണെങ്കിൽ അപ്പൊ പലതും കട്ട് അടിച്ചുകൂടെയാണ്, പലതിനും അടിച്ചുകൂടെയാണ്. അതിപ്പോ ഏതുപോലെ വെച്ചാല് മഴ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും പിന്നെ നാളെ അവധി എന്നാണ് തമ്പിലേയും കൊടുക്കേണ്ടത്. കുട്ടികളാണ് ഇതിന് കാത്തുക്കാണ്, ഇതൊന്ന് ലീവ് കിട്ടിയെങ്കിൽ കരുതിയിട്ട് നോക്കുമ്പോ പിന്നെ ഇടുക്കിയിൽ, അതുപോലെ തന്നെ വയനാട്ടിൽ, അത്രേ ഉള്ളൂ. ഇവര് നിരാശയാണ്. ഈ തമ്പുലയിൽ മലപ്പുറത്തൊക്കെ കൊടുക്കും. അപ്പൊ നമ്മളെ കുട്ടികൾ മലപ്പുറത്തിന് അവധി ഉണ്ടാവുന്ന എഴുതിയിട്ടാണ് നോക്കുന്നത്. എന്നിട്ട് ഒരു വിരായി പറയാണ്. ഇത് ലാസ്റ്റ് മുഴുവൻ കേൾക്കും. ഇവർക്കിത് കേൾക്കലാണ് ആവശ്യം, വരുമാനാണ്. ഇതേ പരിപാടിയാണ് സഹോദര ഇതൊക്കെ. ഈ ചെല്ലാനും പറയാനൊക്കെ പറഞ്ഞുകൊണ്ടല്ല, എന്നിട്ട് അതൊക്കെ നമ്മൾ എല്ലാം കൂടി ഇത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരം പിരാന്തായി വരും. അങ്ങനെയൊന്നും കൽപ്പിക്കപ്പെട്ടില്ല. അടിസ്ഥാനമില്ലാത്തത് കുറെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. അടിസ്ഥാനമില്ലാത്തത് കുറെ വരുന്നുണ്ട്, ഒരു അവലംബവും ഇല്ലാത്ത കാര്യങ്ങൾ. അതെ, അതിൽപ്പെട്ടൊരു കാര്യമാണ് നെഹ്റുവിന്റെ കാര്യം. ഒരു ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇനി അതിനിപ്പോ ചില ഉത്തരവാദപ്പെട്ട ആൾക്കാർ തിരിച്ചു ചോദിച്ചല്ലോ, നെഹ്റു മുസ്ലിമായി എന്താ കുഴപ്പം? അവര് ചോദ്യമല്ല. അവിടെ 5 നേരം നിസ്കരിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചല്ലോ. അതിനെന്താ പ്രശ്നം? ഒരു ഉത്തരവാദപ്പെട്ട മതല്ലേ, അങ്ങനെ ആയ എന്താണ്? നമ്മൾ ചിന്തിക്കേണ്ടതല്ല. ഇയാളത്തെ പിന്നെ മറ്റേ നെഹ്റുവിന്റെ തറവാട് ഇപ്പോഴും ഉണ്ടല്ലോ, അത് സന്ദർശിച്ച ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വേറെ ചില ആചാരങ്ങളുടെ ഒക്കെ ഫോട്ടോ ഇയാൾ തെറ്റിദ്ധരിച്ചാവും. കണ്ടിട്ടുണ്ടാവില്ല, അയാൾ വാട്സപ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ അധികം വൈകാതെ മഹാത്മാഗാന്ധിജി എന്താക്കും? കാരണം മഹാത്മാഗാന്ധിജി ഒരു തുണി ഉടുത്തുകാണ്ട് ഒരു തുണി കൊണ്ട് പൊച്ച ഫോട്ടോസുകളുണ്ട്. ഉമ്രയാണ് അറിയും, ശരിക്കും നല്ല അതേമാതിരിക്കാണ് ഉമ്ര ഇനി വരികയാണെന്ന് പറയുന്നത്. നമുക്ക് സൗകര്യമാണ്, നല്ല നല്ല മനുഷ്യന്മാരൊക്കെയാണ് പറയേണ്ടത്, നല്ല നല്ല മനുഷ്യന്മാരാണ്. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഈ അമേരിക്ക പിന്നെ നമ്മൾ നാഗസാക്കിയിലും അതുപോലെ തന്നെ ഹിരോഷിമയിലൊക്കെ അണുബോംബ് വർഷിച്ചല്ലോ. അതൊക്കെ ഒരു മുസ്ലിം രാജ്യവും അതിന് നേതൃത്വം കൊടുത്ത മുസ്ലിങ്ങളും ആണെങ്കിൽ ഇവർക്കൊക്കെ ചർച്ച അതായിരിക്കുമല്ലോ. ക്രിസ്ത്യാനികളാണല്ലോ ഇത് ചെയ്ത്. ആലോചിച്ച് നോക്കും. ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ ബ്രിട്ടീഷുകാരുടെ മതേതാ? ഇവര് പറയലില്ലല്ലോ. ആരാണ്? ആൾക്കാരാണല്ലോ. അങ്ങനെ ലോകത്ത് മഹാക്രൂരത കാണിച്ചവരുടെ ലിസ്റ്റ് ഇങ്ങനെ എടുത്തു നോക്കി, അതൊന്നും നമ്മൾ പറയലില്ല. പക്ഷേ വെറുതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാണ്? ചോറിയ ഒരാവശ്യമില്ലാതെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് യാതൊരു പിടുത്തമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമുക്ക് എവിടെ തൊട്ടാലും നമുക്ക് പ്രശ്നമുള്ളൂ. ഇപ്പോ സൂംബയാണ് ഡാൻസ്, അപ്പൊ അതിൻ്റെ ഒരു കുറവാണ് കേരളത്തിലെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഉള്ളത്. അതും കൂടി ആയൊക്കെ റെഡിയാവും എന്നുള്ളതാണ്. ആ ഒരു ഡാൻസ് സ്കൂളിൽ വന്നാൽ ചിലതൊക്കെ പണ്ട് ക്രിസ്ത്യാനികൾ പറഞ്ഞു, ആകാശം വിശാലാണ്, യേശുവിനെ അംഗീകരിക്കണം, ലഹരി ഒഴിവാക്കാനാണ് അത്രയത്. ഇതിന് ലോജിക്ക് മനസ്സിലാണില്ല. ഇത് കൂടുതൽ അപകടം ചെയ്യുള്ളൂ. കാരണം മുതിർന്ന കുട്ടികളൊക്കെ ആട്ടും ചാട്ടും കൂടിക്കഴിഞ്ഞാൽ മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ
ഈ വളർന്നു വരുന്ന കുട്ടികൾ പണ്ടത്തെ പോലല്ല. അപ്പൊ നഴ്സറിയിൽ നിന്ന് തന്നെ കുട്ടികൾ സെക്സ് മനസ്സിലാക്കുകയാണ്. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ഇടപെടല് 3 വയസ്സാകുമ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് എല്ലാം മനസ്സിലായി. മൊബൈലിന്റെ എല്ലാം മനസ്സിലാവും, എല്ലാം അറിയാലോ. ഇപ്പൊ നമ്മളൊക്കെ വീടുകളിൽ ഏകദേശം വീടുകളിലെ പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തന്നെ. ഇത് മൊബൈൽ കത്തിച്ച് ഗ്ലാസ്സിൽ മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് ഓരോന്ന് ഇതിൽ ആരും കാണിക്കുമ്പോൾ അത് ട്രെൻഡാകാണ്. എല്ലാവർക്കും അറിയാം. ഇത് ചെറിയ 3 വയസ്സായ 2 വയസ്സായ കുട്ടികൾ വരെ യൂട്യൂബ് ഏതാ ഓൽക്കറിയാം. എവിടൊക്കെ ഇത് ലോക്കാക്കിയാൽ തുറക്കാൻ വരെ കുട്ടികൾക്കറിയാം. അലിഫ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടങ്ങാറാണ്. ഒരാഴ്ച അലിഫ് പഠിപ്പിച്ചെടുത്താൽ കുന്തെന്നറിയും വരാന്നൊക്കെ പറയും. ഇത് വേഗം മനസ്സിലാവും. അങ്ങനത്തെ കാലത്ത് മുതിർന്ന കുട്ടികളൊക്കെ ആണും പെണ്ണും കടന്ന് ചാട്ടും കൂത്തും അധികരിച്ചാൽ ലഹരി ഒഴിവാവൂലെന്ന് മാത്രമല്ല, ലഹരി എല്ലാ തിന്മയുടെയും താക്കോലാണെന്ന് പറഞ്ഞാണല്ലോ. ലഹരി ഉപയോഗിക്കും ചെയ്യും, വേറെ പല കാര്യങ്ങളിലേക്കും പോവുകയും ചെയ്യും. ഇതിലൊക്കെ പല അജണ്ടകളുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മളെന്താക്കുകയാണ് ഇപ്പൊ തന്നെ പറയേണ്ടത് എന്താണ്? ഒരിക്കലും BJPക്ക് ഇതിനോട് താല്പര്യമില്ല. BJP നേതാവ് ഇന്നലെ പറഞ്ഞത് എവിടുന്ന് കിട്ടിയതാണിത്, എവിടുന്ന് കടന്നു കയറ്റിയതാണ്. പക്ഷെ എതിർക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് സർക്കാർ ഒരിക്കലും പുരോഹിതന്മാർക്ക് വഴിപ്പെടരുത് എന്നും അതിന്റെ അടിയിൽ കൂടി പറയുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ എന്താ അറിയോ, അത് മുസ്ലിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് റെഡി ആയിക്കോളും, അപ്പൊ നമ്മളും കഴിച്ചിലായിക്കോളും എന്നുള്ളതുണ്ട്. നമ്മൾ ഈ റോഡിന്റെ ഒക്കെ വിഷയം വരുമ്പോണ്ടല്ലോ, ചിലര് ഉണ്ടാതെ നിൽക്കും, ആയാ പോലും എഴുതുമ്പോ എല്ലാവർക്കും കൂടി എഴുതണ്ടേ, ഒരു പൈസ കൊടുക്കൂല തന്നെ. ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കും. പോയ വണ്ടി നമുക്ക് കൊണ്ടോണം, റോഡായി കിട്ടിയാല് എന്നാൽ സഹകരിക്കൊന്നുമില്ല. എന്നമാർക്ക് ആക്ഷേപങ്ങളും ആരോപങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് വരട്ടെ. എന്നാൽ മറ്റുള്ള മതവിശ്വാസികളെ ഇത് ബാധിക്കുന്നുണ്ട്. യഥാർത്ഥ മതവിശ്വാസികളൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. എല്ലാവരും മേലെ ചളിയാകേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ ആക്ഷേപങ്ങളൊക്കെ ആർക്കാം. നമ്മൾ താലിബാനിസം നടപ്പിലാക്കാണ്, എങ്ങനെ ആക്കാണ്. 4 അക്കം ഇങ്ങനെ വരിക്കനിട്ട അത് വായിക്കാൻ കഴിയാത്ത മന്ത്രിമാരാണ് നമ്മളെ മന്ത്രിമാര്. പോലാണ് ഇപ്പൊ നമ്മളെ കുതിര കയറേണ്ടത്. ഇങ്ങോട്ട് ഓരോന്ന് പറയാം. ഞാൻ കുറ്റപ്പെടുത്തിയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആദ്യം ഇതൊക്കെ ഒരു നിലവാരം ഉണ്ടാക്കണം. A+ അങ്ങനെ വാരി കൊടുക്കും. പഴയ 4ാം ക്ലാസ്സിലെ ഉമ്മാരും ഉപ്പാരും കണക്കൂട്ടുണ്ടായിരിക്കും. ഇന്നത്തെ കുട്ടികൾക്ക് കണക്കൂട്ടാൻ കഴിയണില്ല. വിഷയങ്ങൾ ഉള്ള സമയത്തൊന്ന് ഉപയോഗപ്പെടുത്താനും, അതായത് ഇത് ഓൾറെഡി ഉള്ളതാണ് ഡാൻസും കാര്യങ്ങളൊക്കെ. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഇതൊന്നും ഒന്ന് പ്രത്യേകം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കുട്ടികളൊക്കെ അയിമ തന്നെയാണ്. അല്ലെങ്കിൽ വല്യമാര് വരെ ഡാൻസ് കളിച്ചല്ലേ. ഇത് മൊബൈലിൽ തന്നെ കുടുംബ ഗ്രൂപ്പിൽ വിടല്ലേ. ഇനി അതിനായിട്ട് പ്രത്യേകം സമയം കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ലഹരി ഇത് യാതൊരു ബന്ധവുമില്ല. ഓരോന്ന് വരും. ഇതൊക്കെ കൂടുതൽ ചളിയാകുന്നത് നമുക്ക് കേൾക്കണം. കാരണം നമ്മള് അപ്പൊ പറയാ ഓൽക്കെന്താ കാര്യം അത് ചോദിക്കരുത്, മതവിശ്വാസികൾക്ക് എന്താ കാര്യം ചോദിക്കരുത്. കാരണം മതവിശ്വാസികൾ പറഞ്ഞാൽ ഈ പൊതു എന്ന് പറയേണ്ടിട്ട് പുറത്തല്ലല്ലോ. ഇവരൊക്കെ പിന്നെ കൃത്യമായിട്ട് പിന്നെ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും കൃത്യമായിട്ട് നികുതി നൽകുകയും മാത്രമല്ല, ഈ പറയപ്പെട്ട ഭരണാധികാരികൾക്കൊക്കെ അവർക്കൊക്കെ വോട്ട് ചെയ്ത് അപ്പൊ എല്ലാ പള്ളിയിലും വരും, അരമനകളിൽ കയറും, എല്ലാ ഖാദിമാരെയും കാണും, എല്ലാരിടത്തും ചെല്ലും. അപ്പോ ആർക്കും പൗരോഹിത്യമല്ല, ഒരു വിഷയവുമില്ല. കാര്യത്തിന് കഴിഞ്ഞാൽ പിന്നെ ഈ രൂപത്തിൽ പറയും, കളിയാക്കും. അപ്പൊ ഈ മതവിശ്വാസികളുടെ കുതിര കയറരുത്. ചാനൽ ചർച്ചയിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളെക്കാർ ഒരു പ്രതിനിധീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി അവിടെ കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കളിയാക്കി തള്ളേണ്ട ഒരു വിഷയമല്ല. അപ്പൊ നമ്മള് അതൊക്കെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആക്കിയാൽ മതി, അതിന് നമുക്ക് വിരോധമൊന്നുമില്ല. എല്ലാവർക്കും പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ മാർക്കിനും മറ്റും ബാധിക്കുമ്പോൾ അപ്പൊ പ്രശ്നമാണ്. സൗകര്യമുള്ളവർ പങ്കെടുത്തോട്ടേറാണെങ്കിൽ ഓക്കെ, എന്നാൽ തന്നെ പ്രശ്നമാണ്. കുട്ടികൾക്ക് ഇതൊക്കെ താല്പര്യകാരം. ഈ ഇടകലർത്തി ഇരുത്തുക എന്ന് വന്നപ്പോ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണത്. ഓല് ഇടകലത്തല്ല മടിയിലിരിക്കാൻ പറഞ്ഞാൽ ഓൽക്ക് അതേക്കാരം കൂടുതൽ ഇപ്പൊ സൗകര്യം തന്നെ. ആ സ്കൂൾ കൈക്കാരൻ ഭയങ്കര തിരക്ക്. നമ്മൾ കരുതും പോലല്ല. അങ്ങനെയാണത്. നമ്മൾ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത എന്തേ കാരണം, അല്ലെങ്കിൽ തന്നെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇത് പറയാൻ ആരുമില്ല. ബുദ്ധിജീവികളും കാര്യങ്ങളൊക്കെ അറിയിട്ടൊന്നല്ല. പിന്നെന്താ വെച്ചാല് മതത്തോടുള്ള അനന്തമായ വിരോധമുള്ള കുറെ ആളുകളുണ്ട്. അത് നമ്മൾ എത്ര സദാചാരത്തിന്റെ വിഷയം പറഞ്ഞാലും പോലും അപ്പോ നമ്മളെ വല്ല വിഷയങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടോ പോരായ്മ എന്ന് അന്വേഷിക്കാം. ഇതൊക്കെ നേരെ മറ്റേ കാലിലാണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോ പറഞ്ഞു വന്നെന്താ വെച്ചാല് ഇവിടെ ഇപ്പൊ നമ്മള് അൽ-ബഖറ സൂറത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറഞ്ഞു. അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്.
അതന്നെയാണ് ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തിൽ പറയുന്നത്. ഇനി കൂടുതൽ വിശദീകരിക്കുക ബാക്കി നമുക്ക് പിന്നീട് പറയാം. അപ്പോ അള്ളാഹു തആല പറയണം മൂസാ നബിക്ക് നമ്മൾ ഇത് നൽകി. ഈ സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറയുമ്പോ അതൊരു വിഷയത്തിന്റെ പിറകെ എന്നുള്ള അർത്ഥത്തിലുള്ളൂ കേട്ടോ. ഇന്ന് വന്നു പിന്നെ മിഞ്ഞാന്ന് വന്നീന്ന് പറഞ്ഞാൽ ഇന്ന് വന്നു പറഞ്ഞാൽ മിഞ്ഞാന്ന് പിന്നെ മിഞ്ഞാന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദാഹരണം പറയുന്നുണ്ട്. അവിടെ അതിന്റെ അർത്ഥം ഇന്ന് വന്നതിന്റെ ശേഷം മിഞ്ഞാന്നത്തെ വരൂല. എന്താ അത് കാര്യം പറഞ്ഞതിന്റെ ശേഷം ഒന്ന് പറയാം. ആ അർത്ഥത്തിലാണ് അവിടെ സുമ്മ പറഞ്ഞത്. ഏതായിരുന്നാലും അള്ളാഹു തആല പറയാണ് മൂസാ നബിക്ക് വേദം നൽകി. അത് സുഹൃതങ്ങൾ ചെയ്യുന്ന പുണ്യവാന്മാർക്ക് അനുഗ്രഹം പൂർത്തീകരിച്ച രൂപത്തിലും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന രൂപത്തിലും മാത്രമല്ല അത് കാരുണ്യവും അതുപോലെ മാർഗദർശനവുമായിട്ടാണ് ആ ഗ്രന്ഥം നൽകിയത്. അവര് അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ ദർശനത്തിന്റെ വിഷയത്തിൽ വിശ്വസിച്ചേക്കും. ഇനി നമ്മളെ കാര്യം പറയണം. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. വഹാദാ കിതാബുൻ, ഇത് പരിശുദ്ധമായ ഖുർആനെ പറ്റി പറയാണ്. ഇതൊരു വേദമാകുന്നു. അൻസൽനാഹു മുബാറക്, അതിനെ നാം ഇറക്കി അനുഗ്രഹീതമായ രൂപത്തിൽ ഇറക്കിയ ഒരു വേദമാകുന്നു ഇത് എന്ന് പറയാണ്. ഇത് നാം ഇറക്കിയ അനുഗ്രഹീതമായ വേദമാകുന്നു ഖുർആൻ. ഫത്തബിഊഹു, നമ്മളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പിൻപറ്റിക്കോളൂ, അതിനെ അനുധാവനം ചെയ്തോളൂ. വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ലഭിച്ചവരായേക്കാം. നിങ്ങൾ കരുണ ലഭിച്ച ആളുകളാകും. അതിനെന്ത് വേണം? ഈ ഗ്രന്ഥത്തെ, അനുഗ്രഹീതമായ ഈ വേദഗ്രന്ഥത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? പിൻപറ്റണം. ഈ വേദഗ്രന്ഥം അതിനെ പിൻപറ്റണം. നിങ്ങൾ തഖ്വയുള്ളവരാകണം. ഇത് അല്ലാഹു തആല നമ്മളോട് നൽകുന്ന ഒരു ആഹ്വാനാണ്. ഇങ്ങനൊരു വേദം വരാനില്ല. പരിശുദ്ധ ഖുർആൻ ഒരു അനുഗ്രഹീത ഗ്രന്ഥാണ്. ആ പ്രയോഗം തന്നെ നോക്കി നിങ്ങൾ. എല്ലാ നിലക്കും ദീനും ദുന്യാവിനും ദീനിനൊക്കെ ആവശ്യമായ, നമ്മുടെ പരലോകത്തിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു അനുഗ്രഹീത വേദാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അനുധാവനം ചെയ്യണം, അതിനെ പിൻപറ്റണം. അതിന്റെ ആജ്ഞകള് നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ചിലത് നമ്മക്കണ് ഇഷ്ടപ്പെട്ടോളന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വൻ ജിഹാദ് ചെയ്യണം എന്നൊരായത്തിൽ പറയുന്നുണ്ട്. വലിയ ജിഹാദ്, പെരും ജിഹാദ് ചെയ്യണം. എന്താണത്? ഏറ്റവും വലിയ ജിഹാദ് എന്താ പറയുക? ഞങ്ങള് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. അതാണ് വലിയ സമരം. അതാണ് ഏറ്റവും വലിയ സമരം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട്. ഓരോ കാലഘട്ടത്തിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുമ്പോഴേ ചുറ്റുഭാഗത്താകെ തെറ്റുകളായിരിക്കും. ഒരു കനം കുറഞ്ഞ ഒരു തൂവല് കടപ്പുറത്തിട്ടാല് അത് കാറ്റിന്റെ ദിശ അനുസരിച്ച് ഇങ്ങനെ അത് എല്ലായിടത്തേക്കും പറക്കുന്ന പോലെ, ഇതുപോലെയാണ് നമ്മളെ മനസ്സെന്ന് പറഞ്ഞാല് അത് ചതറും. അത് ചതറരുത്. നമ്മളെ കാൽപാദത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തിയതുപോലെ ആലങ്കാരികമായി എന്ത് ചെയ്യണം? ആ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്തണം. നമ്മൾ അതിന് കുറച്ചൊരു ഇടങ്ങേറുണ്ടാവും. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അത് വ്യത്യസ്തമായ രൂപത്തിലാവും. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ മുഹറം മാസത്തിലാണ്. മുഹറം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസമാണ് നമ്മളത്. നമ്മളെ മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ഈ മാസം. അത് നോക്കി നിങ്ങൾ, ഖുർആനിനെ അക്ഷരം പ്രതി അംഗീകരിച്ച് അതിനെ പിൻപറ്റിയതുകൊണ്ടാണല്ലോ ഹിജ്റ പോകേണ്ടി വന്നത്. അല്ല, നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ നമുക്ക് ഹിജ്റ ഇല്ല. ഇപ്പൊ നമുക്ക് ഹിജ്റ ഇല്ല. ആരെങ്കിലും നമ്മളോട് പാകിസ്ഥാനിലോ മറ്റോ പോകണം എന്ന് പറഞ്ഞാൽ ഹിജ്റ അല്ലെങ്കിൽ പുണ്യമുള്ള വേഗം ഇതൊക്കെ എടുത്ത് വെട്ടിയെടുത്തണെന്ന യാ അല്ലാഹ് ഈമാൻ കൂടരുത്. എന്നാൽ നമുക്ക് ഒരു നിലക്കും ഇബാദത്ത് ചെയ്യാൻ നമ്മുടെ കഴിയൂലെങ്കിൽ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം. നമ്മൾ അവകാശം നേടിയെടുക്കണം. അതിന് വേണ്ടത് ചെയ്യണം. എന്തായിരുന്നാലും ഹിജ്റ നൽകുന്ന സന്ദേശം എന്താ? അതും കൂടി നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഖുർആനെ പിൻപറ്റിക്കോളി, നിങ്ങൾ തഖ്വയുള്ളവരായിക്കോളൂ എന്ന് പറഞ്ഞല്ലോ. ഈ പിൻപറ്റുന്ന വിഷയത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ ഹിജ്റ പോകേണ്ടില്ലായിരുന്നു. ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ മതി.
എന്നാൽ നമുക്ക് മക്കത്ത് അള്ളാഹിന്റെ തിരുദൂതർക്കും സ്വഹാബത്തിനും മക്കത്തന്നെ കഴിച്ചു കൂട്ടാം. അതിനനുസരിച്ച് ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി, ഓളം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ സൗകര്യപ്പെടുമ്പോൾ ഒന്ന് പിന്നെ കർശനാക്കിയാൽ മതി. ആളൊക്കെ കൂടുമ്പോൾ അങ്ങനല്ല. ആദ്യ ആദർശത്തിൽ തീരെ വിട്ടുപോയി ചെയ്തില്ല. അതുകൊണ്ടാണ് നമുക്ക് നാട് വിടേണ്ടി വന്നത്. അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സിലുള്ള ആളുകളെല്ലാവരും ഇന്നെ തല്ലാൻ വേണ്ടിക്കാന്ന് സങ്കല്പിച്ചു നോക്കി. ഞാൻ ഒറ്റക്കൊള്ളു. ഞാൻ തല്ലാൻ തുടങ്ങിയാണ്. ചിലപ്പോ ഞാനായിട്ട് ഏതായാലും ഞാൻ മരിക്കും എന്നുള്ള നിലക്കാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത്, തല്ലുന്നത്. ചിലപ്പോ 1-2 ആൾക്കാരൊക്കെ എനിക്ക് തല്ലാൻ കഴിയും. പിന്നെ നിങ്ങളെല്ലാരും കൂടി എന്നെ ശരിയാക്കും. എന്ന പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവരെന്നും പോകാതെ അവിടെ തന്നെ നിന്നിട്ട് ഇവരെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിച്ചിരുന്നെങ്കിൽ ഇതുപോലെയല്ല. നബിതങ്ങൾക്ക് മുഅ്ജിസത്തിന് പുറത്തെടുക്കാം. കൂടെയുള്ള സ്വഹാബത്തിന് എന്ത് ചെയ്യാ പിന്നെ കറാമത്തും കാണിക്കാം. അലി റളിയല്ലാഹു അൻഹു കൊണ്ട് കാണിച്ചല്ലോ ഖൈബറിന്റെ പടക്കളത്തില്. ശത്രു മൂർച്ചേറിയ വാള് കൊണ്ടേ വെട്ടാണ്. ഇവരെ വാള് പോയി. അലി റളിയല്ലാഹു അൻഹു എന്തായിരുന്നാലും വക വരുത്താന്ന് കരുതിയതാണ്. അലി റളിയല്ലാഹു അൻഹു എന്താ കാണിച്ചത്? ശത്രുവിന്റെ കോട്ടന്റെ വാതില് പറിച്ചെടുത്തിട്ട് അതുകൊണ്ടാണ് പ്രതിരോധിച്ചു. പരിചക്ക് പകരം. ബലാലെ ഞെട്ടിപ്പോയി. കാരണം ആ കോട്ടന്റെ വാതിൽ എന്ന് പറഞ്ഞാല് അത് പൊക്കണമെങ്കിൽ 70 ആൾക്കാർ ചുരുങ്ങിയത് വേണം. ഇങ്ങനത്തെ അലി റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ കൂടെ ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നിട്ടും എന്താ ഇതില്ല, വരുന്ന അടുത്ത് വെച്ച് കാണാതിയാണ്ട് അനുമതി കിട്ടിയില്ല. 70ഓളം ആയത്തുകൾ 13 കൊല്ലത്തിന്റെ ഇടയിൽ ഇറങ്ങി. അതിലൊക്കെ പറയുന്നത് ക്ഷമിച്ചോളൂ. അവിടെ നിന്നിട്ട് നമ്മളെ പറ്റി പറയണത് ഇവര് ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. ഇതൊക്കെ ക്ഷമിച്ചു. എന്നിട്ട് പിന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ നാട് വിട്ടോളൂ. അങ്ങനെ നാട് വിട്ടു. 53ാമത്തെ വയസ്സിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? നാട് വിട്ടു. അതാണ് ഹിജ്റ. നാട് വിടുക പറഞ്ഞാല് പേടിച്ചുകൂടാന്ന് വിചാരിക്കരുത്. അങ്ങനെ പേടിച്ചോണ്ട ആവശ്യമില്ലല്ലോ. ഓൾക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ വരെ അവിടെ തന്നെ നിൽക്കാലോ. അപ്പൊ പിന്നെ എന്താണ്? ധീരമായ നിലപാടാണത്. ഒളിച്ചോട്ടല്ല, ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി. അതായത് അള്ളാന്റെ ദീന് നിലനിർത്താന്, പരലോകം രക്ഷപ്പെടുത്താൻ ഒരാള് ഏത് വലിയ ത്യാഗവും അതിന് തയ്യാറാകണം. അതാണ് ഹിജ്റ നൽകുന്ന സന്ദേശം. ഇപ്പൊ നമ്മള് മുഹറമിലാണ്. എന്ത് ത്യാഗത്തിനും നമ്മൾ ഒരുങ്ങണം, ഇനി എന്ത് നഷ്ടപ്പെട്ടാലും എന്ന വലിയൊരു സന്ദേശമാണ്. 53 വയസ്സിലാണ് നബി തങ്ങൾ പോയത്. 53ാമത്തെ വയസ്സ്. ഇപ്പൊ പോയിട്ട് 1447 കൊല്ലായി. അപ്പോ 53ലാണ് പോയത്. 1447ക്ക് നമ്മൾ എന്ത് കൂട്ടണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസവിച്ച മുതലുള്ള കൂടി കൂട്ടിയാൽ 1500 ആവും. അതാണ് ഇപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നത്? പിന്നെ 1500ാമത്തെ നബിദിനാഘോഷ പരിപാടിയൊക്കെ ഇനി നടക്കാൻ പോകുന്നത്. 1447 കൊല്ലായി ഹിജ്റ പോയത്. ഹിജ്റ പോകുമ്പോ 53. 2000 ആയോ? എങ്ങനെ 2000 ആയോ? ഇല്ല, 1500 ഹിജ്റ വർഷപ്രകാരം കൂട്ടണം. അതായത് നമ്മള് പിന്നെ എങ്ങനെ മനസ്സിലാക്കണം എന്നറിയാം നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയതിന്, അതായത് ഈ കണക്ക് കൂട്ടാൻ വേണ്ടി ആദ്യകാലത്തൊന്നും എന്തില്ല, കൊല്ലം കണക്ക് കൂട്ടാനുള്ള ഇതില്ല. കൊല്ലം കണക്ക് എങ്ങനെ ഓരോരുത്തരും സൗകര്യം പോലെയാണ്. ഇപ്പൊ വയനാട്ടുകാരൊക്കെ ഇപ്പൊ എങ്ങനെ കണക്കൂട്ടൽ അറിയാം? ആ ഉരുൾപൊട്ടൽ വന്നതിന്റെ ശേഷം, വന്നതിന്റെ മുമ്പ് എന്നുള്ളൊരു കണക്കുണ്ടോ അവർക്ക്? ആ കല്യാണം ഞാൻ നടന്നു വെച്ചാൽ അത് ഉരുൾപൊട്ടലിന്റെ ശേഷമല്ലേ, അതിന്റെ മുമ്പല്ലേ? ഇതേപോലെ ഇരുന്നു നബിയുടെ കാലത്ത്. ആനക്കലഹത്തിന്റെ മുമ്പ്, ആനക്കലഹത്തിന്റെ ശേഷം, അങ്ങനെ ആയിരുന്നു എന്ത് കണക്കൂട്ടിയില്ല. അങ്ങനെ അവര് എന്ത് ചെയ്തിരുന്നു? കണക്കൂട്ടിയിരുന്നു. എന്നാല് പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കണക്ക് വന്നത്. ഏത്? ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് ഏത് കണക്ക് വന്നത്? നമുക്കൊരു കലണ്ടർ വേണമെന്നുള്ള. അതുവരെ സൗരവർഷപ്രകാരമാണ് കൂട്ടിയിട്ട്. അത് മറ്റേ കണക്ക് ഒരു 365 ദിവസം കണക്കൂട്ടുണ്ട്. അങ്ങനെ ഒന്നാണ്. നമുക്ക് ഹിജ്റ കലണ്ടർ പ്രകാരം നമ്മൾ ഈ മാസം കാണലും മറ്റൊക്കെ ചന്ദ്രനെ അടിസ്ഥാനമാക്കി ആയതുകൊണ്ടാണ് എന്ത് വന്നത്?
നമുക്ക് ചാന്ദ്രിക വർഷപ്രകാരം കണക്കൂട്ടും. രണ്ടും കൂട്ടട്ടോ. ചിലർ മറ്റേ കണക്ക് തീരെ കൂട്ടാൻ പാടില്ല, അങ്ങനല്ല. അത് ഞാൻ നാളെ തെളിവ് പറഞ്ഞിരിക്കണേ. നമ്മളെന്ത് മറ്റേ ഗുഹാവാസികളുടെ സംഭവം പറഞ്ഞെടുത്തില്ലേ, വലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിയത്തിൻ സിനീന വസ്ദാദൂ തിസ്അ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഗുഹാവാസികൾ ആ ഗുഹയിൽ താമസിച്ചത് 300 പിന്നെ ഒരു 9 എന്നാണ്. 309 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ചാന്ദ്രിക വർഷപ്രകാരം മാത്രമാവും. 300 എന്ന് മാത്രം പറഞ്ഞാൽ അത് സൗരവർഷപ്രകാരം മാത്രമാവും. രണ്ട് കണക്കും പെടാനാണ് ആ കോലത്തിൽ പറഞ്ഞത്. 309 എന്ന് പറയാതെ 300 അധികം ഒരു 9 എന്നാണ്. അപ്പൊ നമ്മളെ കലണ്ടർ വരുന്നത് ഈ ചാന്ദ്രിക വർഷപ്രകാരം കണക്കൂട്ടുന്ന. ഇത് മുഹറം സഫറൊക്കെ ആദ്യമുണ്ട്, കണക്കൂട്ടുന്നുണ്ട്. ഒരു പ്രധാന സംഭവത്തെ മാനദണ്ഡമാക്കിയിട്ട് കണക്കൂട്ടുന്ന സിസ്റ്റം ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഗവർണർക്ക് കത്തയച്ചതാണ് ഇതിന്റെ കാരണം. ഓരോ കാരണങ്ങൾ. ഈ ഒരു വലിയൊരു ആള് പണം പെട്ടെന്ന് കയ്യിലില്ലാതെ കുടുങ്ങിയപ്പോൾ ATM-ന്റെ ചിന്ത അങ്ങനെ ഒന്നാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടാവും. ഉമർ റളിയല്ലാഹു ഗവർണർക്ക് കത്തയച്ചു. ആ കത്ത് അവിടെ എത്തിയില്ല. രണ്ടാമത് അയച്ച കത്ത് അത് കുറെ കഴിഞ്ഞിട്ട് അയച്ചതാണ്. പക്ഷെ ഈ 2 കത്ത് ഒരേ സമയത്താണ് ഗവർണർക്ക് കിട്ടിയത്. ഇതിൽ ആദ്യം ഏത് അയച്ചു എന്ന് മനസ്സിലായില്ല. ഡേറ്റ് ഇട്ടൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് എന്ത് ചെയ്ത്. നമുക്കിപ്പോൾ 2 കത്ത് ഒന്ന് കുറെ കഴിഞ്ഞിട്ട് കിട്ടിയതാണ്. ഡേറ്റ് ഒക്കെ അറിയാതെ എന്ന് അയച്ചതാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. അതിനെന്താ മാർഗം? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിന് പറഞ്ഞു. അതിന് എല്ലാവരും പറഞ്ഞൊരു സംഭവം ഏതാണ്? എന്നാൽ നമുക്ക് നബി തങ്ങളുടെ ഹിജ്റയെ ഇതാക്കാം. അതിൽ വലിയൊരു സന്ദേശം ഉണ്ടല്ലോ. ഹിജ്റ അത്രയും ത്യാഗം സഹിച്ചതാണ്. അപ്പൊ ആ ഹിജ്റയെ മാനദണ്ഡമാക്കിയിട്ട് എന്ത് ചെയ്തു? ഒരു കലണ്ടർ തുടങ്ങാൻ തീരുമാനിച്ചു. അതാണ് നമ്മൾ ഈ കലണ്ടർ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തിട്ട് ഇന്നത്തേക്ക് എത്രയായി? 1446 പൂർത്തിയായി 47ലേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ത്യാഗം സഹിച്ചത്. അതിൽ നമുക്കുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന് ഇതന്നെയാണ്, നമ്മളെ ഹിജ്റ. ഇന്ന് നമുക്ക് ഹിജ്റ ഇല്ല കേട്ടോ. ഇന്ന് നമ്മളെ ഹിജ്റ എന്താ അറിയോ? നമ്മളെ ഹിജ്റ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നുണ്ട്, തിന്മയിൽ നിന്ന് നന്മയിലേക്കാണ് നമ്മളെ പലായനം. നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ പടച്ചോനോട് നമ്മൾ പൊറുക്കലിനെ തേടിയിട്ട് പടച്ചോൻ പുറത്തു തരും. അത് വൻദോഷങ്ങൾക്ക് പ്രത്യേകിച്ചും തൗബ വേണാനും. അതാ ആ ഖുർആൻ എങ്ങനെ പറഞ്ഞറിയോ? നോക്കൂ, ഒരു പ്രയോഗം ഇങ്ങനെ ഉണ്ടല്ലോ ഖുർആനിൽ, എല്ലാം ഉണ്ട്. തലോടി ഭീഷണിപ്പെടുത്തി എല്ലാം ഇത് പറയുന്നുണ്ട്. നല്ല അടിയാ. അതായത് ആദ്യം അള്ളാഹ് പറഞ്ഞത്, അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു ദോഷം പൊറുക്കുന്നവനാണ്. പിന്നെ പറയുന്നതോ വഖാബിലി തൗബ്, അവൻ തൗബ സ്വീകരിക്കുന്നവനുമാണ്. തൗബ സ്വീകരിക്കുന്നവനാ. പിന്നെ പറയുന്നതോ ശദീദിൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കും. പിന്നെ പറയാ അനുഗ്രഹദാതാവാണ്. അപ്പൊ അവിടെ ആദ്യം അള്ളാഹ് പൊറുക്കുന്നു പറഞ്ഞത് തൗബ ഇല്ലാതെ തന്നെ പൊറുക്കുന്ന അറിയിക്കാനാണ്. തൗബ ഇല്ലാതെ തന്നെ ചെറുദോഷങ്ങളെ അള്ളാഹു തആല പുറത്തരും. പിന്നെ അതിന് ഓരോ കാരണങ്ങളുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തനങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും നമ്മളെ കണക്കിൽ ചെറുതായിരിക്കും, പക്ഷെ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടും. വൻ ദോഷങ്ങളൊക്കെ എന്തായിരുന്നാലും തൗബാണ്, എന്നാവും പൊറുക്കപ്പെടും. പക്ഷെ എന്ത് കരുതരുത്, അപ്പൊ പിന്നെ തൗബ ചെയ്താൽ മതി, വലുത് അങ്ങനെയാണ് പോകും, ചെറുത് മറ്റോണ്ടും പോകും, പ്രശ്നമില്ലല്ലോ എന്ന് കരുതരുത്. ശദീദിൽ ഇഖാബ്, അതാണ് അങ്ങനെ അപ്പൊ തന്നെ കൊടുത്തത്. കഠിനമായി ശിക്ഷിക്കും. അവന്റെ ശിക്ഷ അതികഠിനാണെന്നാണ്. എന്നാലോ അവൻ അനുഗ്രഹദാതാവാണ്. അവൻ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ അയ്യായില് അവൻ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ആശങ്ക ഇങ്ങനെ വരണം. പേടിയും വേണം, പേടിയില്ലായും വേണം, അല്ലേ? നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ പേടിച്ചാല് വണ്ടി മുന്നോട്ട് പോകില്ല, തീരെ പേടിയില്ലാഞ്ഞാൽ നമ്മൾ പെരയിലെത്തൂല. അപ്പോൾ രണ്ടിന്റെ അടിയിലാണ് നമ്മളാകേണ്ടത്. ശ്രദ്ധിച്ചു പോകണം. എന്നാൽ പറ്റ പേടിച്ചാല് വണ്ടി നമുക്ക് കൈയൊക്കെ വറക്കലടങ്ങും. പഠിച്ചാൽ ഇതിന്റെ ബ്രേക്കറ്റ് പോവുക, അറിയുമ്പോൾ ഇതിന് കാലുമ്പോൾ കൂടി ഒരു പുളിപ്പ് കയറുകയാണ്. അങ്ങനെ ആയ ഒരു സംഗതിയും നടക്കൂല. എന്നാലോ അതൊക്കെ എനിക്ക് ഈസിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉറക്കമൊക്കെ വരും.
നല്ല റോഡ് ഇങ്ങനെ നീണ്ട് കിടക്കുമ്പോഴേ അപ്പൊ നമുക്ക് തോന്നുന്നത് അവിടെ എത്തുമ്പോൾ നീച്ചാന്ന് കരുതുന്നു, അവിടെ എത്തുമ്പോൾ കണ്ണ് തുറക്കൂല. അങ്ങനെയാണ് ഈ പ്രശ്നം വരുന്നത്. എന്നതുപോലെ തന്നെ നമ്മളവിടെ ജീവിക്കുന്ന സമയത്തും. അപ്പോ ഹിജ്റ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇതാണ് ഒരു സന്ദേശം. നമ്മളിങ്ങനെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വണ്ടി വിളിച്ച് പോകല്ല, എത്ര ത്യാഗം സഹിച്ചു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രംഗം രാത്രി. അവിടെ വേറൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട എന്താ ഇറാന് കുഴപ്പസ്ഥാരെ, ഷിയാക്കളും നമ്മളെന്താ പ്രശ്നം? ഷിയാക്കളും നമ്മളുള്ള വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവര് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിനെ അംഗീകരിക്കണില്ല. അലി റളിയല്ലാഹുവിനാണ് ഒന്നാം ഖലീഫ ആകേണ്ടതെന്നാണ്. അത് ഒരു പഠിക്കാത്തതുകൊണ്ടാണ് ആ തെറ്റിദ്ധാരണ വന്നത്. യഥാർത്ഥത്തിൽ തഹരീം സൂറത്ത് കേട്ടില്ല നിങ്ങൾ? ഞാൻ ആ വിഷയം നമ്മൾ പലരും ചോദിക്കുന്നതുകൊണ്ട് പറയാട്ടോ. സൂറത്ത് തഹരീം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സൈനബാബി എന്നാണ് ഞാൻ പറഞ്ഞു, സൈനബാബിന്റെ വീട്ടിൽ നിന്ന് എന്നും തേന് കുടിക്കും. അപ്പൊ അത് ആയിഷാ ബീവിക്കും ഹഫ്സാ ബീവിക്കും ഒക്കെ ഒരു സുഖമില്ല ഇങ്ങനെ കേൾക്കുമ്പോൾ, അതിന്റെ മധു കേൾക്കുമ്പോൾ. നബിയാണെങ്കിൽ എപ്പോഴും പറയും സൈനബാന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ തേന് നല്ല തേനാണ് പറയും. അപ്പൊ ആയിഷാ ബീവി ഹഫ്സാ ബീവിയും കൂടി ഒരു മീറ്റിംഗ് ചേർന്ന് കണ്ട മുടക്കണ കൂടിയെന്ന് ഒരു തീരുമാനിച്ചല്ല. അതിന് ഒരു കണ്ട ഐഡിയ ആണ് എന്ത്, മഗാഫീർ എന്ന് പറഞ്ഞൊരു വൃക്ഷം ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ കറ ഭയങ്കര വാസനയാണ്. ഇനി നബിതങ്ങള് അഫ്സാന്റെ അടുത്തുനിന്ന് പിന്നെ തേൻ കുടിച്ച് വന്നിട്ടായി നമ്മളോട് പറയണമെങ്കിൽ നമുക്ക് പറയണം, നബി നിങ്ങളെ മഗാഫീർ മണക്കുന്നുണ്ട്, ഈ തേൻ കുടിച്ചതുകൊണ്ടാണെന്ന് പറയണം. അങ്ങനെ തന്നെ പറഞ്ഞു ഹഫ്സാ ബീവി, നബി നിങ്ങളെ മണക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നബിതങ്ങൾക്ക് മനസ്സിലായി ഇത് ചക്കുളത്തിപ്പോരിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ നബിതങ്ങൾ എന്ത് ചെയ്തു, ഹഫ്സാ ബീവിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. എന്ത് പറഞ്ഞു, പിന്നെ വല്ലാഹി ഞാൻ എന്ത് ചെയ്യൂല, തേൻ കുടിച്ചൂലാർന്നല്ലോ, ഹഫ്സാന്റെ വീട്ടിൽ നിന്ന് ഞാൻ കുടിച്ചൂല അവളെ. പക്ഷെ അത് ആരോട് പറയണ്ട, ഞാനിത് മാത്രം അറിഞ്ഞാൽ മതിയാണ്. നബി അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ ഹഫ്സാ ബീവി ആയിഷാ ബീവിന്റെ വീട്ടിൽ പോയി. സംഗതി നമ്മൾ ഇന്നലെ തീരുമാനിച്ച് റെഡി ആയിട്ടുണ്ട് പറഞ്ഞാണ്. അപ്പൊ ജിബ്രീൽ എന്ന മലക്ക് നബിയോട് വന്നിട്ട് പറയാണ്, നബിയെ നിങ്ങൾ എന്തിനാണ് അല്ലാഹു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർലാത അസ്വാജിക്, ഭാര്യമാരിൽ നിന്ന് ചിലരുടെ പ്രീതി നേടാൻ അല്ലാഹു ഹലാലാക്കിയ തേൻ എന്തിനാ നിങ്ങൾ നിഷിദ്ധാക്കിയ? ശരിയായില്ല നബി അത് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യം. പിന്നെ നിങ്ങൾ ഹഫ്സനോട് പറഞ്ഞില്ല, ആരോടും പറയണ്ട, അത് ആയിഷനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാഹു തആല നബിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ ആയിഷ ഹഫ്സി അങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ ചേർന്നെങ്കിൽ ഒരു ചില്ലറക്കാരല്ല. ആയിഷയുടെ ഉപ്പ അബൂബക്കറാണ് ഒന്നാമത്തെ ഖലീഫ, ഹഫ്സാ ബീവിയുടെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹു ആണ് രണ്ടാമത്തെ ഖലീഫ നേതാവ് അങ്ങയുടെ ശേഷം. ഇതൊക്കെ കേട്ട് നബി തങ്ങൾ നേരെ വന്നു. തഹരീം സൂറത്തിൽ നേരെ പറയുന്നുണ്ട്, നബി തങ്ങൾ ഹഫ്സാ ബീവിനോട് ചോദിച്ചു, ഹഫ്സേ ഞാൻ എന്നോട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിഷാനോട് പറഞ്ഞില്ലേ ചോദിച്ചു. അപ്പൊ ഹഫ്സാ ബീവി കരുതി ഇത് ആയിഷാ ബീവി നബിനോട് പറഞ്ഞാണ്, ഓൾ വല്ലാത്ത പണിയാ കാട്ടിയെന്നുള്ളത്. അപ്പൊ നബി പറഞ്ഞല്ല, അള്ളാഹു എന്നെ അറിയിച്ചതാണ്. ആ സംഭവം പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. നബി തങ്ങൾക്ക് അള്ള കൊടുത്ത വിവരമുള്ളത് അതിൽ ചിലത് അവരെ ബോധ്യപ്പെടുത്തി, ചിലത് നബി മറച്ചൂന്ന. അതായത് ഏത് ഇവരോട് പറഞ്ഞില്ല. പിന്നെ നിങ്ങളെ വാപ്പാരുണ്ടല്ലോ രണ്ടാള്, സുദ്ദീഖും ഫാറൂഖും, അവരാണ് നിന്റെ ശേഷം നേതാക്കന്മാരായി വരാനുള്ളത് എന്ന് അള്ളാഹ് എന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഇവരെ ഓരോട് പറഞ്ഞില്ല. അത് നബി തങ്ങൾ പറയാതിരുന്നത് എന്താ? അതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, ആ രണ്ട് നായകന്മാർക്കെതിരെ എന്ത് വരും? അസൂയക്കാര് കൂടും, മുനാഫിക്കുകൾ വല്ലാതെ കളിക്കും, അവരെ ശോഭ കെടുത്താൻ ശ്രമിക്കും, അവരോട് ശത്രുത പല ആൾക്കാർക്കും കൂടും. പിന്നെ ഇവർക്കും ചിലപ്പോൾ അങ്ങനെ തോന്നും ഞങ്ങൾ തിരക്കടില്ല എന്നുള്ള. അതുകൊണ്ട് നബി തങ്ങൾ തൽക്കാലം എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. ഏത് വിഷയം ഞാൻ എന്തിനാ പറഞ്ഞ വെച്ചാലേ ഷിയാക്കൾക്ക് പാളിയത് അവിടെ. നബി തങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇമാമാക്കിയത് അലി റളിയല്ലാഹു അൻഹു അല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അത് വലിയ തെളിവാണ്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കാൻ കുറച്ച് വൈകി എത്താൻ എന്തോ കാരണത്താല് ഇഖാമത്തിന്റെ ടൈമായി. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ഒരു സഹാബി ഇഖാമത്ത് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു മിഹ്റാബിക്ക് കയറി. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോഴേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. നബി തങ്ങള് ഉള്ളിലുണ്ട്, സുഖല്ല. പക്ഷെ നബി വെല്ലങ്ങനെ എഴുന്നേറ്റ് ആ വിരി ഇങ്ങനെ മാറ്റിയിട്ട് തലട്ടിട്ട് പുറത്തേക്ക് ചോദിച്ചു, നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കർ വന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തക്ബീർ കേട്ട് കണ്ടാണ് ചോദിച്ചത്. നിസ്കാരം കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി. ഉമർ റളിയല്ലാഹു അൻഹു അത് ഭയങ്കര വിഷമായി. പക്ഷെ ആ സംഭവം തെളിയിക്കുന്ന എന്താ? ഒന്നാമത്തെ നേതാവാനെയാണ് ശ്രദ്ധിക്കുന്നത്. ഇവര് എന്ത് ചെയ്തു? ഓവർടേക്ക് ചെയ്തു. അലി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനം ഉണ്ടായില്ല, ആർക്കും തർക്കമില്ല.
അതാണ്. അപ്പോൾ ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായിരുന്നാലും ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഹിജറ വേള, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഹിജറ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പം കൂട്ടിയത് ആരെയാണ്? അത് വേറെ എടുത്തല്ല. നോക്കി, ഓരോരുത്തരെ അള്ളാന്റെ തിരുദൂതർ അങ്ങനെ പറഞ്ഞയച്ചു മദീനയ്ക്ക്. അങ്ങനെ മക്കത്തിന് കാര്യമായിട്ട് ആരുമില്ല, പെണ്ണുങ്ങളെ കുട്ടികളെ സഹായിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ചു. ശത്രുക്ക് മനസ്സിലായി ഇത് ഇയാളും ലാസ്റ്റ് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണ് ദാറുൻ നദവയിൽ മീറ്റിംഗ് ചേർന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഒരു തീരുമാനിച്ചു നമ്മുടെ നബിയെ കൊല്ലാൻ അന്ന് രാത്രി ഒരു വീട് വളയാണ്. ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബിനെ എഴുന്നേൽപ്പിക്കുമ്പോ ആയുധം പിടിച്ചിട്ട് ചുറ്റുഭാഗത്ത് ഇവര് നല്ല ഉണർവില, ആരും ഉറങ്ങല്ല. നബി തങ്ങൾ എന്താ ചെയ്ത്? നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോളിയാന്ന്. യാസീനിലെ 9 ആയത്ത് ഓതിയിട്ട് ഒരു പിടി പൂടി അവരെ നേർക്ക് എറിയാൻ പറഞ്ഞു. എറിഞ്ഞു, ഒരു പിടി പൂടി. അതെല്ലാരും കണ്ണിലെത്തി. ആ ഫഹും ലാ യുബ്സിറൂൻ എന്നല്ല, ശരിക്ക് ശത്രുക്കൾക്ക് നബിനെ കാണാൻ കഴിഞ്ഞില്ല. ആയത്ത് പറയുന്ന എന്താ? എത്ര ഖുർആൻ ഓതി കൊടുത്താലും സത്യം സ്വീകരിക്കാത്തവരെ പറ്റിയാണ് യാസീന്റെ ആദ്യത്തിൽ പറയുന്നത്. 2 കൈ ഒരാളുടെ താടിന്റെ താഴെക്കണ് വെച്ചു. നോക്കി, 2 കൈ ഒരാളെ താടിന്റെ താഴെ കഴുത്തിനോട് ചേർത്തു. എന്നിട്ട് ആണ് ചങ്ങല കിട്ടും. ഓന്റെ കഴുത്ത് വലത്തുക്കോ ഇടത്തുക്കോ തിരിക്കാൻ കഴിയണില്ല, അടിഭാഗത്തേക്ക് നോക്കാൻ കഴിയണില്ല. അവന്റെ മുന്നിലൊരു മറ സ്ഥാപിച്ചു. അപ്പോൾ നേരെ മുന്നിൽ നടക്കേണ്ട എന്താ കാണൂല, ബാക്കിലൊരു മറ സ്ഥാപിച്ചു. ചുറ്റുഭാഗത്ത് ആകെ മറ കൊണ്ട് മൂടി. ഇതാണ് യാസീൻ സൂറത്തിന്റെ ആയത്തിൽ പറയുന്നത്. ഇനി ഒന്നും കാണൂല. ഇതേ അവസ്ഥയാണ് ചില വിശ്വാസികൾക്ക് എങ്ങനെ സത്യം ബോധ്യപ്പെടുത്തിയാലും ഒരു കേൾക്കൂല എന്നാണ്. ആ ആയത്തന ഓതി ഇവർക്ക് നബിനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു കണ്ണ് തിരുമ്പി നബിന്റെ അടി കൂടി പോയി. നേരെ പോണ്ടെടുക്കാൻ ശുദ്ധീകരിക്കുന്നവരുടെ ശുദ്ധീകരിക്കുന്നവർ ചോദിക്കുകയാണ്, നബിയെ ഞാൻ പോണ്ട ഹിജറ, എന്താ എന്നോട് നിങ്ങൾ പോകാൻ പറയാത്തത്? അവ നബി തങ്ങൾ പറയണ, നിങ്ങൾ എന്റെ കൂടെ പോരേണ്ട ആളല്ലേ, അതിനാണ് നിങ്ങളത് ചിന്തിച്ചത്. കരഞ്ഞുപോയി അദ്ദേഹം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ അദ്ദേഹം കരഞ്ഞു പോകുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ വേളയിൽ എന്റെ പിതാവ് കരഞ്ഞപ്പോഴാണ്. അങ്ങനെ അവിടുന്ന് അവര് നേരെ 6 സൗറിലേക്കും 3 ദിവസത്തിന്റെ ശേഷം മദീനയിലേക്കും. പറയാൻ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. പക്ഷെ അതിന്റെ ഒരു പണി എത്രയാണ്? ഇന്നത്തെ പോലെ റോഡും സൗകര്യമില്ല. നോക്കുമ്പോൾ ചില സഹാബി വനിതകൾ ഒറ്റക്ക് പോയിട്ടുണ്ട്. അതായത് ഭർത്താവിനോട് കൂടെ ഹിജറ പോകാൻ ഒരുങ്ങുമ്പോൾ ശത്രുക്കൾ മനഃപൂർവ്വം ഭർത്താവിനെ പറഞ്ഞയച്ചിട്ട് ഇവരവിടെ തടഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ശത്രുക്കളെ കണ്ണ് വെട്ടിച്ചിട്ട് രാത്രിയൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങുകയാണ് ഒറ്റക്ക് 500 കിലോമീറ്റർ. അങ്ങനെയാണ് പോയി. അൻസാറുകളോ മദീനക്കാരോ പോലെ ശരിക്കാണ് സ്വീകരിച്ചു. അന്ന് നിർബന്ധമായിരുന്നു ഹിജറ. എല്ലാവരും ആ ത്യാഗം സഹിച്ചു. ഇന്നിപ്പോ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇന്ന ലോകത്തിന്റെ പല ഭാഗത്തും പലായനങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അങ്ങനെയുള്ള വിധിയുണ്ട്. അവരിപ്പോ അത് നബിക്ക് അങ്ങനെ വന്നില്ല എന്ന് സമാധാനിക്കുകയാണ്. ആ ഹിജ്റയെ മാനദണ്ഡമാക്കാനുള്ള ഒരു കാരണം അതാണ്. അത് വലിയൊരു സംഭവം. ഇനി വേറൊരു കാരണം, വേറൊരു സംഗതി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? സമയം നമ്മളിപ്പോ ഇപ്പൊ മുഹറം 10 പറ്റി നമ്മൾ കഴിഞ്ഞെല്ലാം പറഞ്ഞതില്ലേ, ഒരു കൊല്ലം കഴിഞ്ഞത് അറിഞ്ഞില്ല. സമയം എത്ര പെട്ടെന്നാ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പുതുവർഷത്തിന്റെ തുടക്കത്തിലുള്ളത്. നമ്മൾ 2026 വരെ നമ്മൾ അറിയുള്ളൂ. അല്ല, നമുക്കിപ്പോ നമ്മളെ വർഷം മാറി, മുഹറമിന്റെ തുടക്കത്തിൽ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. കാരണം വലയാലിൻ നശ്ർ എന്ന് പറഞ്ഞ 10 രാത്രികൾ, അതിൽ മുഹറമിലെ ആദ്യത്തെ 10 അതിന്റെ ഒരു ഉദ്ദേശം. അതിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാല്, ടൈം വേസ്റ്റ് ആക്കരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ അൻത അയ്യാം, തീർച്ചയായിട്ടും നീ നോക്കൂ, നീ ദിവസങ്ങളാണ്. ഇദാ ദഹബ യൗമുൻ ദഹബ ബഅളുക്, ഒരു ദിവസം കഴിഞ്ഞാല് എന്റെ ശരീരത്തിലെ ഒരു ഭാഗം പോയി. നമുക്ക് അല്ലാഹു തആല കണക്കാക്കിയ ഒരു ആയുസ്സുണ്ട്. അത് നമ്മൾ ഒരു ദിവസം കഴിയുമ്പോൾ അത് കഴിഞ്ഞല്ലോ, മരണത്തിന് അത്രയും അടുക്കാണ്. എപ്പോഴാ അറിയോ? കഴിഞ്ഞ വ്യാഴാഴ്ച മദീനയിലെ അസ്ർ നിസ്കാരത്തിന് മരണപ്പെട്ട ഒരാളുണ്ട് മദീനയിൽ. അത് നമ്മളെ മലപ്പുറത്തെ ക്ലാസ്സിന് വരുന്ന ഒരാളാണ്, ആ കൂട്ടിലങ്ങാടി. അദ്ദേഹം ഒരൊറ്റ ക്ലാസ് അവിടെ ക്ലാസ് തുടങ്ങിയതിന്റെ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് സംഘാടകർ പറഞ്ഞത്. അവിടെയുണ്ട് ഹാജർ സിസ്റ്റന്റ്.
പറ്റും. അപ്പോൾ സംഘാടകനോട് പറഞ്ഞതേ ആദര എല്ലാ ക്ലാസ്സിനും വന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് ഈ ഹജ്ജിന് പോകേണ്ടതുകൊണ്ട് അത് ഹജ്ജ് ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് മൂപ്പർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. നമുക്കറിയാം എന്താ വരിക. നമ്മൾ അദ്ദേഹം പോകുമ്പോൾ പിന്നെ രണ്ടാള് അവിടെ ഖുർആൻ ക്ലാസ്സിന് വേണ്ടവർ പോയിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, നമ്മൾ സംഘാടകർ പറഞ്ഞു നമുക്ക് പൊറാട്ടി ഇറച്ചിയൊക്കെ ആക്കിയിട്ട് അവർക്ക് നല്ലൊരു യാത്രയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അയാൾ ലാസ്റ്റ് ആ പോണ്ട തലേന്ന് കൈ പിടിച്ചാണ് ഇനി വന്നിട്ട് കാണാറുണ്ട്. പോകുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ വരൂല, മദീനി വെച്ച് മരിച്ചു അദ്ദേഹം. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമുക്ക് വിഷമമുണ്ടെങ്കിലും ഒരു കണക്കിന് സന്തോഷമാണ്. കാരണം എന്താ, മനുഷ്യനെ ഏതായാലും മരിക്കണം. ഇനിയിപ്പോൾ ഇതിലേറെ എല്ലാവരും മരണം കിട്ടാനില്ല. ഹജ്ജൊക്കെ കഴിഞ്ഞ് മദീന നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും അതിന് ഈ നല്ല മരണം നമുക്കുണ്ടാകാൻ നമ്മൾ ഇബാദത്തിന്റെ പുറമെ നമുക്ക് വേണ്ട ഒരു സംഗതി എന്താ പറയുക, സ്നേഹത്തോടു കൂടെയുള്ള ജീവിതം. അത് ഏറ്റവും വേണ്ട നമ്മളെ വീട്ടിലാണ്. ഞാനിപ്പോൾ അടുത്ത് ഒരു പിന്നെ ഇതിൽ നിക്കാഹിൽ പങ്കെടുക്കുകയാണ്. അപ്പം എന്നോട് ആ പെണ്ണിൻ്റെ വാപ്പ വന്നുകൊണ്ട് പറഞ്ഞു, സ്ഥലങ്ങൾ ഓലോടൊന്ന് സംസാരിക്കണം, ചെറിയൊരു നിബന്ധന വരണം എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വലിയ പണ്ടത്തിൻ്റെ കാര്യം എന്തായാലും. അപ്പം മൂപ്പരെന്നോട് പറഞ്ഞു, ഈ നിക്കാഹ് കഴിഞ്ഞാലും ഈ കൂട്ടിക്കൊണ്ടുകൊണ്ട അടിയിൽ പോലും ഇങ്ങോട്ട് വരാനൊന്നും പാടില്ല, ഈ പെണ്ണിനെ അവിടെ കൊണ്ടുപോകാനും പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു, പഠിച്ചത് അങ്ങനെ ഒരിക്കലും പറയരുത്, അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം എന്താ, നിക്കാഹ് കഴിഞ്ഞാൽ കഴിഞ്ഞു, നിക്കാഹാണ് കല്യാണം. മറ്റേതൊക്കെ സദ്യ നമ്മളെ സൗകര്യം പോലെ, അതിലൊരിക്കലും നമ്മൾ ഡിമാൻഡ് വെക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് സ്നേഹം. കുട്ടികൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കല്ലേ വേണ്ട. ഞാൻ മൂപ്പരോട് അതിൻ്റെ വർഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലേ ചോദിച്ചു. അങ്ങനെ ഉണ്ട് കാരണം ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നിക്കാഹ് നമ്മളെ മോളാണെങ്കിലും നിക്കാഹ് ചെയ്ത് കൊടുക്കലോടുകൂടെ 5 നിബന്ധനകളോടുകൂടെ നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ ഡിമാൻഡ് വെച്ചാൽ നമ്മൾ എന്തിനു പറ്റും? നമ്മൾ ഇസ്സത്ത് പോകല്ലേ. എന്നായിക്കോട്ടെ. അവർ ഞാനിപ്പോൾ അടുത്താണ് ഞാൻ ഒരു ഖുർആൻ ക്ലാസ്സിന് വരുന്നുണ്ട്. ഇതെന്തൊക്കെ പറയേണ്ട അറിയാം. നമുക്ക് നല്ല മരണം വേണമെങ്കിൽ നമ്മൾ നല്ല സ്വഭാവത്തിലാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ സ്നേഹം പലപ്പോഴും കൊടുക്കേറ്റാണ് ഈ കുട്ടികൾ പലരും ഓർക്ക് കിട്ടാൻ വേണ്ടി ഒരു പലയിടത്തും പോകണ്ട. നമ്മൾ കുട്ടികളെയൊക്കെ നല്ല കമ്പനിയാണ്. നമ്മളെ മക്കളോട് നമ്മൾ നല്ല കമ്പനിയാകണം, നല്ല സ്നേഹത്തോടു കൂടെ പെരുമാറണം. നിങ്ങൾക്കറിയോ, പിന്നെ മകനും മരുമകളും അവരോട് നിങ്ങൾ തമ്മിൽ വർത്താനം പറയരുത് എന്ന് ഒരു വാപ്പ നിബന്ധന വെച്ചിട്ട് ആ വീട്ടിലേക്ക് ഞാൻ ചർച്ചയ്ക്ക് പോകേണ്ടി വന്നു. കണ്ണീര് വരൊക്കെ കേട്ടാൽ വെക്കാൻ പോകണ്ടോ? എന്ത് കഥ അങ്ങനെ ഉണ്ടോ? വാപ്പ പറയാണ് സംസാരിക്കാൻ പാടില്ല. ചെറിയ വരുതൊക്കെ കേട്ടാൽ കടക്കുമ്പോൾ ബെഡ്റൂമിന്റെ വാതിൽ അടക്കാൻ പാടില്ല. എന്നിട്ട് വാപ്പ അങ്ങനെ ദിക്റല്ലി അടയ്ക്കാം. സത്യം എന്തൊരു എന്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ആ വീട്ടിൽ പോയേ ആ ചെറുപ്പക്കാരനോട് പറയാണ് വാപ്പ വാതിലടക്കരുത്. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ദിക്റില്ല ഹദ്ദാദൊക്കെ ജില്ലയാണ് നടക്കണ്ടായിരുന്നു. വല്ലാത്ത ഹദ്ദാദേ കഥ. ഇങ്ങനെ ഉണ്ടോ ഒരു പരിപാടി? ഇങ്ങനെ ഞാൻ പോയി ആ വീട്ടിൽ. മൂപ്പര് എന്നോട് ചോദിച്ചെന്താ അറിയോ, എന്താ പോലും ഇത്ര പറയാന്? എന്നോട് ചോദിച്ചതാ എന്താ പിന്നെ ഇത്ര പറയാനോ ചോദിച്ചു. അതിന് അതാണ് അതൊക്കെ ഒരു പ്രാകൃത നിലപാടല്ലേ, പ്രാകൃത നിലപാടല്ലേ. അങ്ങനെ ഇല്ലല്ലോ ദീനില്ലേ, ഇല്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ ആർത്തവകാരിയായിരുന്ന സമയത്ത് പോലും നബിതങ്ങൾ ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് കിടന്നിരുന്നു എന്നാ. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും തമ്മിൽ വർത്തമാനം പറഞ്ഞ് കിടക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നപ്പോഴേ ഒരു പടഞ്ഞെഴുന്നേറ്റപ്പോൾ നിങ്ങൾ അവിടെ കിടക്കി മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു നടുക്ക ഇരുന്നോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാം നിങ്ങൾക്ക്? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. നടുക്കലവിടെ ഇരുന്നു അവരോട് വർത്താനം പറഞ്ഞിട്ട്, അതാ സ്നേഹം. അപ്പൊ ഇവർക്ക് ഇതൊന്നും അറിയില്ല. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ചിലയിടത്ത് നമ്മളിങ്ങനെ ചെല്ലുമ്പോഴേ
ഓരോ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ തെറ്റുകളൊക്കെ തിരുത്തി തന്നെ വേണം. നല്ല സ്നേഹം, അപ്പോഴേ നമുക്ക് നല്ല മരണം ഉണ്ടാവും. നമ്മൾ ഒരുപാട് ദിക്റും ഒരുപാട് നിസ്കാരം ഒരുപാട് തഹജ്ജുദും ഒരുപാട് സ്വലാത്തും ഒക്കെ ശൂന്യവും വെറുതെ ആവും. ഞാൻ എപ്പോഴും പറയണ്ടാണ്, നമ്മളെ മക്കളോടൊക്കെ നമ്മൾ നല്ല സ്നേഹത്തിൽ ഓവറാണ്ട, ആ പിന്നെ കാര്യം വിട്ടൊന്നും വേണ്ട, എല്ലാത്തിനും ഓരോ ലിമിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കണം. അത് നമ്മളെ അടുത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടേണ്ട മാർഗം ഓല് സ്വീകരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിലൊന്നും നമ്മളൊരു മടിയും കരുതേണ്ട ആവശ്യമില്ലേ, അല്ലേ? കുട്ടികളോടൊക്കെ കുട്ടികൾക്ക് നമ്മൾ ചില ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്, അതിലൊന്നും മടി കാണിക്കണ്ട. നമ്മൾ കൊടുക്കേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇപ്പോൾ പിന്നെ നമ്മളെ മകള് മരുമകനോട് കയർത്ത് സംസാരിക്കേണ്ടത് അഥവാ നമ്മൾ കേട്ടാൽ നമ്മൾ എന്താ പറയേണ്ടത്? സമ്മതിച്ചു ഇവിടെ അല്ലേ, അങ്ങനെയാണ് പറയണം, നന്നാക്കി പറഞ്ഞോണ്ടി, വിട്ടുകൊടുക്കണ്ട എന്നല്ല പറയണ്ടത്. മോളെ അങ്ങനെയല്ല കേട്ടോ, എൻ്റെ ഭർത്താവല്ലേ, അങ്ങനെയല്ല പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു ഉപദേശം കൊടുത്താൽ കുട്ടികൾക്ക് നല്ലോണം ഫലിക്കും. പക്ഷെ പല ഉമ്മാരൊക്കെ പെൺകുട്ടികളൊക്കെ പോകുമ്പോൾ എന്താ പറയാ, ആ തള്ളനെ കണ്ടിട്ട് ഒരു ജഗല തോന്നുന്നുണ്ട്, ഉമ്മാന്റെ കുട്ടി വിട്ടുകൊടുക്കണ്ടട്ടോ എന്ന് പറഞ്ഞെടുക്കും. അപ്പൊ ഈ ദമ്മിലേക്കാണ് കുട്ടി പോവുക. എന്തേലും ഒന്നിന് പറയട്ടെ, അപ്പൊ എനിക്ക് 2 വർത്തമാനം വരണം. ഇന്നത്തെ കുട്ടികളെ നമ്മൾ കരുതുമ്പോഴല്ല, അങ്ങനെയല്ല ഉപദേശം കൊടുക്കട്ടെ. വലിയ സങ്കടമോ കാര്യങ്ങളോ കുട്ടികൾ വന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ തന്നെ കാരണം. എനിക്കൊക്കെ അങ്ങനെ കുറേ വന്നതാണ്, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും, അതൊന്നും സാരല്ല. അപ്പോൾ അമ്മ അവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വാപ്പ ഭയങ്കര സ്ട്രോങ് ആണ്, ചായയിൽ കുറച്ച് പഞ്ചസാര ഏറിയാ കുഴപ്പം, ഇല്ലെങ്കിൽ കുഴപ്പം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഗ്ലാസ് വലിച്ചെറിഞ്ഞു കൂട്ടിയോ, എന്നാ ചിരിച്ചുകൊണ്ട് ഒന്നും കൂടി കൊണ്ടേ കൊടുക്കുക, തോറ്റുവളം മുന്നിൽ കയറി നന്നാൻ കാരണം. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ, ഏതായാലും നല്ല ഇപ്പം ഈ പറഞ്ഞ ആള് ആ വിഷയത്തൊക്കെ ശ്രദ്ധയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞു കേട്ടോ. ഞാൻ ആ വീട്ടിൽ 2 വട്ടം പോയിക്കൊണ്ട് മക്കളെ കല്യാണത്തിന്. ഏതായാലും അള്ളാഹു താല മരിച്ച നല്ല മനുഷ്യന്റെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. ഇത്രയും പറഞ്ഞത്. ഇപ്പൊ ഈ മുഹറമിൽ നമ്മളുണ്ട്, അടുത്ത മുഹറമിൽ ആരുണ്ടാവും? നമുക്ക് ആർക്കും ഒരു വൃത്തല്ല. അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ സമയം എന്ന് പറയുന്നത് ഓരോ ദിവസവും എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ അല്പം പോയി. ഇപ്പൊ ശരിയല്ല, ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു, അതായത് നമ്മൾ ആയുസ്സിന് 1 മണിക്കൂർ പോയി. പടച്ചോൻ കണക്കാക്കിയ ശ്വാസോച്ഛ്വാസങ്ങളിൽ നിന്ന് അത്രയും കഴിഞ്ഞില്ലേ, വീണ്ടെടുക്കാൻ കഴിയൂല. മഹാനായ ഷാഫി ഇമാം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരുപാട് സൂഫികളുമായിട്ട് സംസാരിച്ചു, ഒരുപാട് സൂഫികളുമായി. അതിൽ അവരൊക്കെ എനിക്ക് നൽകിയ ഒരു സന്ദേശം, ഈ സമയം എന്ന് പറയുന്നത് അത് വാള് പോലെയാണ്. ആ വാള് നിന്നെ ഖണ്ഡിക്കുന്നതിന് മുമ്പ് നീ അതിനെ പ്രതിരോധിക്കണം. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല്, ഒരിക്കലും നമ്മളെ സമയം നമ്മൾ അനാവശ്യമായിട്ട് കളയരുത് എന്നുള്ളതാണ്. അതാണ് ഒരു കൊല്ലത്തിന്റെ തുടക്കത്തിൽ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് ഈ മുഹറം എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് ഒരു പേടിയാണ്. മുഹറം 10 വരെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു കച്ചവടം കുറവായി കാരണം ചിലയിടത്ത് കുടിയിരിക്കലിന്റെ സാധനം പോണില്ല. കുടിയിരിക്കാത്തതുകൊണ്ടാണ്. പള്ളാണാന് കൊണ്ടുപോകുമ്പോഴൊക്കെ കുറെ ചീരണി ഉണ്ടോണ്ടാണ് ബേക്കറിയിൽ കച്ചവടമില്ല, പോകാത്തതുകൊണ്ടാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ എന്താ വെച്ചാല് ഈ മുഹറം 1 മുതൽ എന്തോ വലിയൊരു പ്രശ്നം തോന്നലാണ്. ഇല്ല, എന്താ കാരണം എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്തുണ്ട്. പ്രബല സുന്നത്ത് 9ഉം 10ഉം ആണെങ്കിലും ഈ മുഹറം മാസത്തിൽ 1 മുതൽ തന്നെ നോമ്പ് സുന്നത്തുണ്ട്. അപ്പൊ പണ്ട് കാലത്തൊക്കെ എന്നാൽ റമദാൻ മാസം നഷ്ടപ്പെട്ട നോമ്പൊക്കെ പെണ്ണുങ്ങൾ വീട്ടിൽ എന്തെയ്യാനും ഈ മുഹറമിലേക്കാണ്. ആണുങ്ങളും പലരും എന്ത് ചെയ്യും, നോമ്പോലും സൗകര്യത്തിനൊക്കെ അനുസരിച്ച്. അപ്പൊ നമ്മൾ അന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വലിയ ചായ പരിപാടിയോ മറ്റോ വെച്ചാല് പിന്നെ ഞാൻ വരണോ, നോമ്പാണ്, അല്ലെങ്കിൽ വന്നാൽ തന്നെ എന്നാ എഴുന്നേൽക്ക് ചായ കുടിക്കുക അറിയുമ്പോ പിന്നെ കൈയഴുകി അറിയുമ്പോ എനിക്ക് വേണ്ട അല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ പറയും നോൽമ്പുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാൻ എന്നാ 10 കഴിഞ്ഞോട്ടെ അല്ലെ. നമ്മളാരെങ്കിലും മുഹറം 9നും 10നും കല്യാണം വെക്കോ? ഇല്ല. എന്താ കാരണം? എന്നാൽ അധികം ആൾക്കാർക്ക് നോമ്പാണ്. ഇന്നിപ്പോ നമ്മൾ എത്ര കാലം മോശമാണ് പറഞ്ഞാലും നമ്മളെ സമുദായത്തിൽ ഈ സുന്നത്ത് നോമ്പും കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് നോൽക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ കരുതിയമാർക്കൊന്നല്ല, ഇപ്പോൾ നോൽക്കുന്നുണ്ട്. മറ്റു മതങ്ങൾക്കൊന്നും അത്ര ഒരു സംവിധാനം ഇല്ല. അപ്പൊ നമ്മൾ മുഹറം 9നും 10നും പരിപാടി വെക്കൂല, നോമ്പിന് തടസ്സം എന്നുള്ളതുകൊണ്ടാണ്. അതല്ലാതെ 1 മുതൽ 10 വരെ പ്രശ്നം എന്നുള്ള ഒരു ഇതില്ല.
ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഒരുപാട് പ്രവാചകന്മാർക്ക് വലിയ മഹത്വം നൽകിയ പിന്നെ ദിവസങ്ങളാണ്. വലിയ മഹത്വം ആർക്കൊക്കെ കിട്ടിയ ഞാൻ എഴുതിത്തരാം. ബാക്കി നമുക്ക് സുലൈമാൻ അലൈഹിസ്സലാം, പിന്നെ മൂസ അലൈഹിസ്സലാം, എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ ആരൊക്കെ ഇനിയുണ്ട്? ഇനിയുണ്ട്. പിന്നെ നമ്മളെ യൂസുഫ് അലൈഹിസ്സലാം, പിന്നെയുണ്ട്. പിന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം, പിന്നെ നമ്മളെ പിന്നെ യൂനുസ് നബി അലൈഹിസ്സലാം. 10ഓളം പ്രവാചകന്മാർക്ക് അല്ലാഹു തആല യൂനുസ് അലൈഹിസ്സലാം ഇവർക്കൊക്കെ അല്ലാഹു തആല വലിയ മഹത്വം നൽകിയ ദിവസമാണ് ശരിക്കും മുഹറം 10. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ നോമ്പിനോട് ബന്ധപ്പെട്ടത് ആരാണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതാണ് നോമ്പുമായി ബന്ധപ്പെട്ടത്. ഇൻഷാല്ലാഹ് സംബന്ധമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, കാരണം പിറ്റേന്ന് മുഹറം 10 ആയതുകൊണ്ട് കൂടുതൽ ഉപകാരപ്പെടാൻ അന്ന് നമുക്ക് പറയാം. ഇതെന്തിനാ പറഞ്ഞറിയോ? പൊതുവെ നമ്മളെ സഹോദരിമാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, എന്ത് ഇതെന്തോ ഒരു അവലക്ഷണത്തിന്റെ, അങ്ങനെ കേൾക്കരുത്. അവലക്ഷണത്തിന്റെ അല്ല, നമ്മളെല്ലാ പ്രതിസന്ധികളും അടങ്ങിയതാണ് ഇവർക്കൊക്കെ വന്ന പ്രതിസന്ധികൾ. അതിലൊക്കെ അല്ലാഹു തആല രക്ഷ കൊടുത്തു. അപ്പൊ ഏറ്റവും വലിയൊരു നിഅമത്താണ് ഖുർആൻ പറയുന്നത് മഴ എന്നുള്ളത്. ഇവിടെ ആയത്തുകൾ പറയുന്നത് ആദ്യമായിട്ട് മഴ എന്നുള്ള അനുഗ്രഹം അല്ലാഹു നൽകിയതുപോലെ എന്നാണ് ഇതിലാണ്. അങ്ങനെ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നൽകി. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് സംബന്ധമായിട്ട് പറയാം. ഈ ബാക്കി നമ്മൾ ആ ഓതി വച്ചതിന്റെ അർത്ഥം വെച്ചിട്ട് നമുക്ക് നിർത്താം. നോക്കൂ, അപ്പോ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു മുബാറക്കായ ഗ്രന്ഥമാണ്. നിങ്ങൾ അതിനെ പിൻപറ്റണം, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ കരുണ ചെയ്തേക്കാം. ഇനി എന്തിനാണ് അല്ലാഹു തആല ഈ ഖുർആൻ നൽകിയത് എന്ന് മക്ക മുശ്രിക്കുകൾ പിന്നെ അവരൊരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ മൊത്തത്തിൽ ഒന്ന് കേട്ടോളൂ. അൻതഖൂലു, എന്തിനാണ് ഖുർആൻ നൽകിയത്? അൻതഖൂലു, നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതെന്താ? ഇന്നമാ ഉൻസിലൽ കിതാബു അലാ ത്വാഇഫതൈനി മിൻ ഖബലിനാ, തീർച്ചയായിട്ടും ഞങ്ങളുടെ മുമ്പുള്ള 2 കൂട്ടക്കാർക്ക് നീ വേദം ഇറക്കപ്പെട്ടു. അതായത് പിന്നെ യഹൂദികള്, നസ്വാറാക്കള്, തൗറാത്ത്, ഇഞ്ചീൽ. വഇൻ കുന്ന അൻ ദിറാസതിഹിം ലഗാഫിലീൻ, അവകള് വായിക്കുന്നതിനെ തൊട്ട് ഞങ്ങള് അശ്രദ്ധവാന്മാരാണ്. ശരിക്ക് എങ്ങനെ പറയണമെന്നറിയോ? വഇൻ കുന്ന അൻ ദിറാസതിഹിമാ എന്നാ പറയണ്ടത്.
ആ രണ്ട് ഗ്രന്ഥം എന്നുള്ളതിന് അങ്ങനെ പറയണം. അവിടെ ദിറാസത്തിഹിം എന്നാ പറഞ്ഞത്. അങ്ങനെ പറയാൻ തന്നെ കാരണം അത് ഒരുപാട് ഗഡുക്കളായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. എന്താവട്ടെ, പിന്നെ മാത്രമല്ല അവര് ആ വിഷയത്തിൽ ഒരുപാട് സംഘങ്ങളായി തിരിഞ്ഞതുകൊണ്ടുമാണ് അങ്ങനെ പറയാൻ കാരണം. എന്തായിരുന്നാലും എന്തിനാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കി തന്നറിയോ? ഖുർആൻ എന്നൊരു ഗ്രന്ഥം ഇല്ലായിരുന്നെങ്കിൽ അറബികൾ എന്ത് പറയും? നബിയുടെ സമകാലികരായ അറബികൾ എന്ത് പറയും? ഞങ്ങൾക്കൊരു വേദം ഉണ്ടായില്ല, നേരത്തെ 2 വേദങ്ങൾ കിട്ടി, അതാണ് ഞങ്ങൾക്കൊട്ട് വായിക്കാനും അറിയില്ല. തൗറാത്ത് ഇഞ്ചീലും അത് വായിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ അശ്രദ്ധവാന്മാരാണ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിലേക്കുള്ള പാത ഞങ്ങൾ മനസ്സിലാക്കുക? അങ്ങനെ ഒരു വർത്താനം പറയുന്നത്, ഒഴിയൊഴിവ് പറയുന്നത് ഇല്ലാതെയാക്കാനാണ് ഈ അനുഗ്രഹീത ഗ്രന്ഥത്തെ ഞങ്ങൾക്ക് ഇറക്കി തന്നത്. ഞാൻ അറബികളെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ നബിയുടെ ശേഷം അവിടെ നിന്ന് പ്രവാചകന്മാർ വന്നിട്ടില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം വേറെ വന്നിട്ടില്ല. മറ്റേതൊക്കെ ഇസ്രായേലി പ്രവാചകന്മാരൊക്കെ മറ്റു ഭാഗങ്ങളിലേക്കാണ് വന്നത്. അവർക്ക് തൗറാത്ത് ഇഞ്ചീല് ഹിബ്രു ഭാഷയിലും സുരിയാനി ഭാഷയിലും ഇറക്കിയത് അറബികൾക്ക് വായിക്കാനും അറിയില്ല. അവ എന്തിനാണ് ഈ ഗ്രന്ഥത്തെ ആദ്യം പറഞ്ഞല്ലോ വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, അത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒഴിയഴിവ് പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ അർത്ഥം വെച്ച് നോക്കൂ. അൻതഖൂലു ഇന്നമാ ഉൻസിലൽ കിതാബു അലാ ത്വാഇഫതൈനി മിൻ ഖബിലിനാ, ഞങ്ങൾക്ക് മുമ്പുള്ള 2 വിഭാഗത്തിന് ഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടു എന്നൊരു വർത്താനം നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടാണ്. വഇൻ കുന്ന അൻ ദിറാസതിഹിം ലഗാഫിലീൻ, അത് പഠിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ അശ്രദ്ധവാന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, ആ ഭാഷ ഞങ്ങൾക്ക് തിരിയണില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഗ്രന്ഥമില്ല, ഓലൊക്കെ രക്ഷപ്പെട്ടല്ലോ. അല്ലെങ്കിലോ ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയും, അതും ഇല്ലാതിരിക്കാനാണ്. അതെന്താ? ലൗ അന്ന അലൈനൽ കിതാബ്, ലൗ അന്ന ഉൻസില അലൈനൽ കിതാബ്, ഞങ്ങളുടെ മേലിൽ ഒരു ഗ്രന്ഥം ഇറക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലകുന്നാ അഹ്ദാ മിൻഹും, അവരെക്കാൾ സന്മാർഗനിഷ്ഠ പാലിക്കുന്നവരായിരുന്നു ഞങ്ങള്. അതായത് അറബികൾ പറയുന്നത്, പിന്നെ ഖുർആൻ ഓൽക്ക് ഇറക്കി കൊടുത്തില്ലെങ്കിൽ ഓലെന്താ പറയാ അറിയോ? ഓലെന്താ പറയാ? ഞങ്ങൾക്കൊരു ഗ്രന്ഥം ഇറക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ വേദക്കാരൊക്കെ ശ്രദ്ധിച്ചതിനെക്കാട്ടിലും ഞങ്ങൾ എന്തിരുന്നു? മാർഗദർശനം സ്വീകരിച്ചിരുന്നു. ഞങ്ങൾ ആ ഖുർആന്റെ വഴി, ആ ഗ്രന്ഥത്തിന്റെ വഴി സ്വീകരിച്ചിരുന്നു. എന്നിട്ടുള്ള പറയാണ് ഫഖദ് ജാഅകും ബയ്യിനത്തും മിർ റബ്ബിക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബയ്യിനത്ത് വന്നിരിക്കുന്നു. ഖുർആനെ പറ്റിയാണ് അള്ളാഹു എന്ത് പറയുന്നത്? ബയ്യിനത്ത്. അത് പല നിലക്കും വന്നിട്ടുണ്ട്. ഇപ്പോ പിന്നെ ലം യകുനി സൂറത്തിൽ ബയ്യിനത്ത് പറഞ്ഞ റസൂലിനെ പറ്റിയാണ് അല്ലേ? ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അങ്ങനെ അവിടെ പറഞ്ഞു. വേദക്കാര്, ബഹുദൈവ വിശ്വാസികള്, അവർ നിലകൊള്ളുന്ന ആ തെറ്റായ നിലപാടിൽ നിന്ന് വ്യക്തമായ രേഖ വരുന്നത് വരെ അവർ വേറിട്ട് പോന്നില്ല. തഖ്വയിലെ ഖുർആൻ ക്ലാസ്സിന് പോകുന്നത് വരെ എനിക്ക് ഈ സൂറത്തിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, തഖ്വയിലെ ഖുർആൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ടാണ് ഖുർആനിലെ സൂറത്തിന്റെ പേരുകളൊക്കെ അറിഞ്ഞതെന്നാണല്ലോ എന്ന് പറഞ്ഞ പോലെ ബഹുദൈവ വിശ്വാസികളും വേദക്കാരുമായ ആളുകള് അവർ നിലകൊണ്ട തെറ്റുന്നിങ്ങട്ട് വേറിട്ട് സത്യത്തിലേക്ക് വന്നത് എപ്പോഴാണ്? ബയ്യിനത്ത് വന്നപ്പോ. ബയ്യിനത്ത് എന്താ? റസൂലും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള റസൂല്. അവിടെ നേരെ പറയാണ് റസൂലാണ്. ഇവിടെ ബയ്യിനത്ത് കൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. ചില മുഫസ്സിറുകൾ പറയേണ്ടത് അവിടെ ബയ്യിനത്ത് റസൂലുമാണ്, ഖുർആനുമാണ്, പിന്നെ ബയ്യിനത്ത് അവിടെ പറയേണ്ടത് എന്നപോലെ ഇതിലും ആര് പെടും? റസൂലും പെടും, ഖുർആനും പെടും. എന്തായിരുന്നാലും ഫഖദ് ജാഅകും ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ബയ്യിനത്ത് വന്നു. വഹുദാ, മാർഗദർശനം വന്നു. വറഹ്മത്തുൻ, കാരുണ്യവും. ഇതൊക്കെ തന്നെയാണ് തൗറാത്ത് വഴി ഓൽക്കും കൊടുത്തത്.
അത് കുറച്ച് മികച്ച രൂപത്തിൽ ഇനിയൊരു വെട്ടിത്തിരുത്തലോ ഭേദഗതിയോ ആവശ്യമില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്കും നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫമൻ അസ്ലമു മിമ്മൻ കസ്സബ ബിആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത്? വസ്വദഫ അൻഹാ, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാളും. സ്വദഫന സൊറഫന രണ്ടും സമാന വാക്കുകളാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക, ഖുർആനെ അവഗണിച്ചു പോവുക, അവനേക്കാൾ വലിയ അക്രമി വേറെ ആരാളുള്ളത്? സനജിസില്ലദീന യസ്ദിഫൂന അൻ ആയാതിനാ, നമ്മുടെ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു വിഭാഗത്തിന് വലിയ നാം പ്രതിഫലം നൽകും. അല്ലദാബ്, കഠിനമായ ശിക്ഷയെ, ഗൗരവമുള്ള ശിക്ഷ നൽകും. എന്താ കാരണം? ബിമാ കാനൂ യസ്ദിഫൂൻ, അവര് ആ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് കാരണത്താൽ. ഇത് നമ്മക്കാണ്, അള്ളാഹു നമ്മളോടാ പറയുന്നത്. അള്ളാഹു കലാം അംഗീകരിച്ച നേരെ തിരിച്ചുമാണ്. അതായത് ഒരു ഹദീസിലുണ്ട്, ഒരാൾക്ക് അള്ളാഹു താല സ്വർഗത്തിൽ താഴ്ന്ന പദവി കൊടുക്കുകയാണെങ്കിൽ അത് എത്ര ഉണ്ടാവും എന്നറിയോ? ഇന്നത്തെ ദുന്യാവിന്റെ 10 ഇരട്ടി. ഇന്നത്തെ ദുന്യാവിന്റെ 10 ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന. നമ്മൾ വലിയൊരു സ്ഥാപനമാണെങ്കിൽ ഏറ്റവും ചെറിയ സാലറി കിട്ടുന്നവരുണ്ടാവും എന്ന് പറഞ്ഞ പോലെ. അതാണ് ദുന്യാവിന്റെ 10 ഇരട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഉന്നത സ്ഥാനം കിട്ടുന്നവന്റെ അവസ്ഥ എന്തേക്കാരം? അസൂയ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല അല്ലേ? നമുക്കിപ്പോൾ ഒരു മോട്ടോർ സൈക്കിളേ ഉള്ളൂ, അപ്പുറത്തെ ഓട്ടോറിക്ഷ വാങ്ങുമ്പോഴല്ലേ ഓനിപ്പോൾ 3 വീലുകളായി, ഒരു അസൂയ വരിക. ഇനി ഒരു കാർ അപ്പുറത്ത് വരുമ്പോൾ നമുക്കിപ്പോഴും 3 വീലേ ഉള്ളൂ, അവിടെ 4 ആയി. അപ്പോഴെല്ലാം അസൂയല്ല, അവിടെ അസൂയ വരില്ല. കാരണം എന്താ? ഏറ്റവും കുറഞ്ഞ അമല ചെയ്തുകൊണ്ട് തൽക്കാലമായിട്ട് പാസ് മാർക്ക് കിട്ടി കഴിച്ചിലായോന്ന് കിട്ടുന്നുണ്ട്. ദുന്യാവിന്റെ 10 ഇരട്ടി ആകുമ്പോൾ എവിടെ അസൂയ? കമ്മി തോന്നൂലല്ലോ. അതാണ് പടച്ചറബ്ബ് ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നേരെ തിരിച്ചാണെങ്കിൽ, ഈ പറഞ്ഞാൽ കേൾക്കാത്തവരാണെങ്കിലോ, അതാണ് ഈ ആയത്തിന്റെ ലാസ്റ്റ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. നമുക്ക് ഈ യാസീനോദി ദുആ ചെയ്യും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم آتينا موسى الكتاب تماما, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം വേദത്തെ നൽകി. തമാമൻ അലല്ലദീ അഹ്സൻ, പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് അവന്റെ അനുഗ്രഹത്തിന്റെ ഒരു പൂർത്തീകരണമായിട്ട്. വതഫ്സീലൻ ലികുല്ലി ശൈഇൻ, സർവകാര്യങ്ങളിലും വിശദീകരണവുമായിട്ടും. വഹുദൻ വറഹ്മ, അവരിൽ നിന്നുള്ള കാരുണ്യവും മാർഗദർശനവുമായിട്ടും. ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യൂഖിനൂൻ, അവരവരുടെ നാഥന്റെ ദർശനത്തിൽ വിശ്വസിക്കുന്നവരായേക്കും. യുഅ്മിനൂൻ. ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ, അവരവരുടെ നാഥന്റെ രക്ഷിതാവിന്റെ ആ ദർശനത്തിൽ കണ്ടുമുട്ടുന്നതിൽ, അഭിമുഖീകരിക്കുന്നതിൽ വിശ്വസിക്കുന്നവരായേക്കും. വഹാദാ കിതാബുൻ, ഇതൊരു വേദഗ്രന്ഥമാണ് ഈ ഖുർആൻ. അൻസൽനാഹു മുബാറക്, നാം ഇറക്കിയ അനുഗ്രഹീതമായ. ഫത്തബിഊഹു, അതുകൊണ്ട് ഈ അനുഗ്രഹീത വേദത്തെ പിൻപറ്റിക്കോളൂ. വത്തഖൂ, സൂക്ഷിക്കുകയും ചെയ്തോളൂ അല്ലാഹുവിനെ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും. അൻ തഖൂലൂ ഇന്നമാ ഉൻസിലൽ കിതാബു അലാ ത്വായിഫതൈൻ, എന്തിനാണ് നിങ്ങൾക്ക് ഈ ഖുർആൻ ഇറക്കി തന്നത്? നിങ്ങൾക്കൊരു ഒഴിയഴിവ് പറയൽ ഇല്ലാതിരിക്കാനാണ്. എന്ത്? ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ വിഭാഗത്തിന്, അവർക്ക് 2 കൂട്ടർക്കും വേദം ഇറക്കപ്പെട്ടു. വഇൻ കുന്ന അൻ ദിറാസതിഹിം ലഗാഫിലീൻ, ഞങ്ങളാവട്ടെ അവകൾ പഠിക്കുന്നതിൽ അശ്രദ്ധവാന്മാരാണ്. ഭാഷാ പ്രശ്നമുണ്ട്. ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയും, അതും ഇല്ലാതിരിക്കാനാണ് നിങ്ങൾക്ക് ഈ ഖുർആൻ നൽകിയത്. എന്താ നിങ്ങൾ പറയാ? നാളെ പരലോകത്ത് വെച്ച് കൊടുക്കുമ്പോ പറയും, അല്ലെങ്കിലും പറയും എന്ത്? ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബ്, ഞങ്ങളുടെ മേലിൽ ഒരു വേദത്തെ ഇറക്കി തന്നിരുന്നുവെങ്കിൽ ലകുന്നാ അഹ്ദാ മിൻഹും,
നേരത്തെ കഴിഞ്ഞു പോയ വേദക്കാര് അവരെക്കാൾ മാർഗദർശനം സ്വീകരിച്ചവരായിരുന്നു ഞങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പറച്ചിലും ഒഴിവാക്കാൻ നിങ്ങൾക്ക് വേദത്തെ നൽകി. അതുകൊണ്ട് ഫഖദ് ജാഅകും ബയ്യിന, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വ്യക്തമായ തെളിവ് വന്നു കിട്ടിയിരിക്കുന്നു. മിർ റബ്ബിക്കും, റബ്ബിൽ നിന്ന്, വഹുദൻ വറഹ്മ, മാർഗദർശനവും കാരുണ്യവും വന്നിരിക്കുന്നു. ഫമൻ അള്ളമു മിമ്മൻ കസ്സബ ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവരെക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? വസദഫ അൻഹാ, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. സനജ്സില്ലദീന യസ്ദിഫൂന അൻ ആയാതിനാ, നമ്മുടെ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരെ തിരിഞ്ഞു കളയുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് വലിയ നാം പ്രതിഫലം നൽകും. സൂഅൽ അദാബ്, കഠിനമായ ശിക്ഷയെ, ബിമാ കാനൂ യസ്ദിഫൂൻ, അവർ തിരിഞ്ഞു കളഞ്ഞ കാരണത്താൽ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ കാരണത്താൽ അവർക്ക് നല്ല ശിക്ഷ ഉണ്ടാകും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم. فقد جاءكم بينة من ربكم وهدى ورحمة. فمن أظلم ممن كذب بآيات الله وصدف عنها. سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. صدق الله العلي العظيم.